വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം അധ്യായം 8 വാക്യങ്ങൾ 27 മുതൽ 33 വരെ. വിശുദ്ധ മർക്കോസ് 8:27 മുതൽ. കൈസറിയ ഫിലിപ്പിയിലെ ഗ്രാമങ്ങളിലേക്ക് യേശു ശിഷ്യന്മാരുമായി പോയി. ജനങ്ങൾ താൻ ആരാണെന്ന് പറയുന്നുവെന്ന് യേശു വഴിയിൽ വെച്ച് ശിഷ്യന്മാരോട് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ പ്രവാചകന്മാരിലെന്നും പറയുന്നുവെന്ന് അവർ ഉത്തരം പറഞ്ഞു. എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നതെന്ന് യേശു അവരോട് ചോദിച്ചു. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മെശിയ ആകുന്നെന്ന് ശീമോൻ കീഫ ഉത്തരം പറഞ്ഞു. ആരോടും തന്നെ കുറിച്ച് പറയരുതെന്ന് അവനവരെ വിലക്കി. മനുഷ്യപുത്രൻ വളരെ പീഡ അനുഭവിക്കുമെന്നും ജനപ്രമാണിമാരും പ്രധാനാചാര്യന്മാരും വേദപണ്ഡിതരും തന്നെ നിരസിക്കുകയും കൊല്ലുകയും ചെയ്യുമെന്നും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്നും അവനവരെ പഠിപ്പിച്ചു. അവൻ ഈ കാര്യം അവരോട് തുറന്നു പറഞ്ഞു. അപ്പോൾ കീഫ അവനെ മാറ്റി നിർത്തി തടസ്സം പറയുവാൻ തുടങ്ങി. യേശു തിരിഞ്ഞ് ശിഷ്യന്മാരെ നോക്കിയിട്ട് ശീമോനെ ശകാരിച്ചു. സാത്താനെ, നീ എൻ്റെ പിന്നാലേക്ക് പോകുക. നിന്റെ ചിന്താഗതി ദൈവികമല്ല, മാനുഷികമത്രേ എന്ന് പറഞ്ഞു. സ്വല്പസമയം ഇരിക്കാം. ഉയർപ്പ് പെരുന്നാളിൻ്റെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഈ ബുധനാഴ്ചത്തെ ഉയർപ്പിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട്, ആരാധനയ്ക്കായിട്ട്, ആ ആഘോഷത്തിനായിട്ട് നമുക്കിവിടെ ഒന്നിച്ചു കൂടുവാൻ ഇടയാക്കി ദൈവത്തിന് നന്ദി പറയാം. ഓരേ ബുധനാഴ്ച എന്നാണ് പിതാക്കന്മാർ ഈ ദിവസത്തിന് പേര് പറയുന്നത്. ബുധനാഴ്ചത്തെ കർത്താവിൻ്റെ ഉയർപ്പ് പെരുന്നാൾ. ഇപ്പം ഞായറാഴ്ച തുടങ്ങിയ ഉയർപ്പ് പെരുന്നാൾ ബുധനാഴ്ച വരെ എത്തിയിരിക്കുന്നു. അത് ശനിയാഴ്ച വരെ തുടരും. അങ്ങനെ കർത്താവിൻ്റെ മരണം, ഉയർപ്പ് മുതലായവയെ സംബന്ധിച്ച് കർത്താവ് നേരത്തെ പറഞ്ഞ ഏതെല്ലാം കാര്യങ്ങൾ എങ്ങനെയെല്ലാം നിവൃത്തിയായി, നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം നിവൃത്തിയാകുന്നത് പരിശോധിക്കുവാനാണ് ഈ വേദഭാഗങ്ങൾ തന്നിരിക്കുന്നത്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 27 മുതൽ 31 വരെയുള്ള ഭാഗം ഒരു വർഷം പല പ്രാവശ്യം നമ്മൾ വായിക്കാറുള്ള ഒരു വേദഭാഗമാണ്. പല സാഹചര്യങ്ങളിൽ ഈ വേദഭാഗം വായിക്കാറുണ്ട്. എന്നാൽ ഉയർപ്പ് പെരുന്നാളിനോടനുബന്ധിച്ച് ഈ വേദഭാഗത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് പിതാക്കന്മാരുടെ കണ്ണിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ആ കാര്യദർശനത്തിലൂടെ നമ്മൾ കാണുകയാണെങ്കിൽ ഇന്ന് നമുക്ക് പ്രചോദനം ലഭിക്കാൻ, ആത്മീയവർദ്ധന വരുത്താൻ പറ്റിയ ചില സന്ദേശങ്ങൾ ഇതിനകത്തുണ്ട്. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇന്നിവിടെ നമ്മളെ ആകർഷിച്ചുകൊണ്ടുവന്ന കർത്താവ് നമ്മുടെ ചില കാര്യം സംസാരിക്കാനുണ്ട്. ഉയർത്തെഴുന്നേറ്റ് യേശു വ്യക്തികളായി വ്യക്തിപരമായി ഓരോരുത്തരെ സന്ദർശിച്ച് വർത്താനം പറയുന്ന സമയമാണിപ്പോൾ. അപ്പോൾ ഇന്ന് ഈ ആരാധനാ സ്ഥലത്ത് വന്നിരിക്കുന്ന ഈ ഇത്രയും പേരെ കർത്താവ് തപ്പി നടക്കുകയായിരുന്നു. ഇവിടെ വെച്ച് കണ്ടെത്തി. വലിയ കാര്യമായി. തപ്പി ഇവിടെ വെച്ച് കണ്ടെത്തി, സങ്കേതത്തിൽ വെച്ച് കണ്ടു നിർത്തിയിരിക്കുന്നു. പക്ഷെ മറ്റേ ഇവിടെ വെച്ച് കണ്ടാലും നമുക്ക് നേരെ ഇല്ലല്ലോ വർത്താനം പറയാനേ. ഓരോ കാര്യങ്ങൾ നമ്മൾ സ്ഥലങ്ങളായതുകൊണ്ട് തക്കം കിട്ടി നമുക്ക് ഇവിടെ ഏതായാലും കണ്ടെത്തി. അപ്പോൾ അതുകൊണ്ട് ഈ കുർബാനയ്ക്ക് വന്ന അല്ലെങ്കിൽ ഈ ധ്യാനത്തിന് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ കർത്താവ് നമ്മളോട് സംസാരിക്കാൻ പോവാണ്. കർത്താവിന് നമ്മുടെ സങ്കടം അറിയാം, നമ്മുടെ വേദന അറിയാം, നമ്മുടെ അസ്വസ്ഥത അറിയാം, നമ്മുടെ എല്ലാ കാര്യവും അറിയാം. എല്ലാ കാര്യം അറിയാമെങ്കിലും ഒന്നും അറിയാൻ പറ്റാത്ത പോലെ നമ്മൾ വർത്താനം ചെയ്യും. എന്താ ഞാൻ ദുഃഖിച്ചിരിക്കുന്നത്, എന്താ മുഖം മാടിയിരിക്കുന്നത്, എന്താ വിഷമിച്ചിരിക്കുന്നത്, വീട്ടിലെന്നെ ഒറ്റയ്ക്കായിപ്പോയി, വീട്ടിലൊറ്റയ്ക്കായപ്പോൾ എന്താ സങ്കടമുണ്ടോ, നിരാശയുണ്ടോ, അതെന്താ അങ്ങനെ, എത്ര മക്കളുണ്ടെങ്കിലും കൂടെ ആരും ഇല്ലല്ലോ, എന്താ എൻ്റെ കാര്യം, ഇങ്ങനെയൊക്കെ ചോദിക്കും. എന്നാരെല്ലാം ഉണ്ടായിട്ട് നിനക്ക് സ്വസ്ഥതയില്ലാത്തതിൻ്റെ കാര്യം, ഇനി നമ്മുടെ ഓരോ കാര്യം ചോദിക്കും. ഇന്ന് എല്ലാവരും വിശുദ്ധ കുർബാന അനുഭവിക്കാൻ ഒരുങ്ങി വന്നു. പുസ്തകം വായിക്കുന്നത് ചിലർക്ക് എന്നാ പുസ്തകം വായിക്കാൻ ഒക്കാത്ത തന്നെ, എന്നാ ഇന്ന് കുർബാന അനുഭവിക്കുന്നില്ലേ, ഇതൊക്കെ കർത്താവ് ചോദിക്കും. അപ്പോൾ എല്ലാ കാര്യവും കർത്താവിന് നമ്മൾ തലയിലെ മുടി വരെ എണ്ണിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിനെല്ലാം കാര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൊക്കെ നമ്മളറിയാത്ത കാര്യങ്ങൾ കർത്താവിനറിയാം. അതെന്താണെന്നും കൂടെ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ നിത്യ അനുഭവങ്ങളെ രക്ഷയ്ക്കും ഉയർപ്പിനും തേജസ്കരണത്തിനും ഉപകരിക്കുകയുള്ളൂ. യേശു തേജസ്കരിക്കപ്പെട്ട അവസ്ഥയിലേക്ക് പോയത് കുരിശിലൂടെയാണ്, മരണത്തിലൂടെയാണ്. എല്ലാ ദിവസവും നമ്മുടെ ഇവിടെ മരണവുമുണ്ട്. മരണവുമായി മല്ലടിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ജീവനും മരണവുമായുള്ള പോരാട്ടത്തിനിടയിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ നമ്മുടെ പ്രാണൻ കുരിശിൻ്റെയും വേദനയുടെയും മരണത്തിൻ്റെയും അനുഭവത്തിലൂടെ ഉയർത്തെഴുന്നേറ്റ് യേശുവിൻ്റെ ഉള്ളിലാകണം. അങ്ങനെ നമ്മുടെ പ്രാണൻ മുഴുവനും ഉയർത്തെഴുന്നേറ്റ് യേശുവിൻ്റെ ഉള്ളിലായാലേ കർത്താവിൻ്റെ കല്യാണ മണ്ഡപത്തിൽ നമുക്ക് എത്താനൊക്കെ ഉള്ളൂ. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം, ആവശ്യം. അങ്ങനെയാണോ നമ്മുടെ ഓരോ ദിവസത്തെ പ്രാണൻ നമ്മളിന്ന് പോകുന്നതെന്ന് പരിശോധിക്കണം. കർത്താവിൻ്റെ വരവെങ്കിൽ കല്യാണ മണ്ഡപത്തിൽ പറന്നെത്താൻ പറ്റിയ വിധത്തിൽ എൻ്റെ ആത്മാവും പ്രാണനും ശരീരവും ഒരുക്കപ്പെടുന്നുണ്ടോ, തയ്യാറാകുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ആ കാര്യത്തിൽ നമുക്ക് തെറ്റുപറ്റാം.
തെറ്റിദ്ധാരണ വരാം, വിദ്യാബോധം വരാം, വഴിതെറ്റിപ്പോകാം. ഇതൊക്കെ സാധ്യതയുണ്ടെങ്കിൽ അവിടെ എല്ലാം നമ്മളെ കൈപിടിച്ച് ഇതാണ് വഴി, ഇതിലേ പൊക്കോ, അങ്ങോട്ട് പോകണ്ട, ഇതല്ല അതാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ വഴി നടത്തുവാൻ പരിശുദ്ധാത്മാവിനെ, വചനങ്ങൾക്ക് കർത്താവിന് കഴിവുണ്ട്. അതെനിക്ക് വേണമെന്നുള്ള ആഗ്രഹത്തിൽ നമ്മളിരിക്കണം. കർത്താവ്, ഞാൻ ഭാവിയാണ്, ഏകാഗിയാണ്, ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, ഒറ്റയ്ക്കാണ് വരുന്നതും പോകുന്നു, ആരെല്ലാം ഉണ്ടെങ്കിലും എല്ലാവരുടെയും സാന്നിധ്യം എനിക്ക് കിട്ടുന്നില്ല, എനിക്ക് എല്ലാവരുടെയും സ്നേഹം കൊടുക്കാനോ വാങ്ങിക്കാനോ സാധിക്കുന്നില്ല. ഇതിനൊക്കെ അർത്ഥം എന്താ, ആവശ്യം എന്താ, നിനക്കും ഇതിനൊക്കെ സംഭവിച്ചല്ലോ, എനിക്കെന്താ ഇങ്ങനെ വന്നിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താ, ഇതൊക്കെ ചോദിക്കാമെങ്കിൽ ഇതിനെല്ലാം ഉപയോഗമുണ്ട്, പ്രയോജനമുണ്ട് എന്നാണ് പറയുന്നത്. ഈ മുഖവേരോടുകൂടെ വിശുദ്ധ മർക്കോസ് 8:27 എന്നുള്ള ഭാഗം പരിശോധിക്കുക. ഈ വേദഭാഗത്തിൽ നിന്ന് കർത്താവും അപ്പോസ്തലന്മാരും കടന്നുപോയ വഴികളിലൂടെ നമ്മളും പോവുകയാണ്. കർത്താവിൻ്റെ അപ്പോസ്തലന്മാരുടെയും വഴിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കർത്താവും അപ്പോസ്തലന്മാരും ഇപ്പോഴെത്തിയെടുത്ത് നമ്മളെത്തിയോ, അവിടെ എത്താൻ നമ്മൾ ഏത് മാർഗം സ്വീകരിക്കണമെന്ന് പരിശോധിക്കുകയാണ്. കർത്താവ് തൻ്റെ മരണത്തെക്കുറിച്ച് പല പ്രാവശ്യം പലരോട് സംസാരിച്ചിട്ടുണ്ട്. അത് കേട്ടവർ അത് വേണ്ട തരത്തിൽ മനസ്സിലാക്കിയിട്ടുമില്ല. പത്രോസ് ലീഹായിക്ക് കർത്താവിൻ്റെ മരണത്തെക്കുറിച്ച് കിട്ടിയതായ സന്ദേശങ്ങൾ മനസ്സിലാക്കാനൊക്കാതെ പോയതുകൊണ്ട് പത്രോസിനുണ്ടായ അനുഭവം നമുക്കിന്നുണ്ടായിട്ടുണ്ടോ? ഈ ഉയർപ്പ് പെരുന്നാൾ തിരിഞ്ഞു നോക്കുകയാണ്. കർത്താവിനെ അനുഗമിച്ച 12 ശിഷ്യന്മാർക്ക് കർത്താവിൻ്റെ കുരിശിനെക്കുറിച്ചുള്ളതായ ചിന്തകളും വെളിപ്പാടുകളും ബോധ്യങ്ങളും വിവിധമായിരുന്നു. കർത്താവിൻ്റെ കുരിശിൻ്റെ വചനങ്ങൾ യൂദോസ്കറിയാത്തായിക്ക് ആത്മഹത്യ ചെയ്യാനാണ് വിവരിച്ചത്. കുർബാന അനുഭവിച്ചപ്പോൾ ഭൂതം കയറി, പിശാച് കയറി, അങ്ങനെ ഒരു ദുസ്ഥിതിയിലേക്ക് ഒരാൾ പോയി. നമ്മുടെ ഇന്നത്തെ കുർബാന അനുഭവം കഴിയുമ്പോൾ ആത്മഹത്യ ചെയ്യാൻ ഇടയാകില്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ സങ്കേതഭവനത്തിൻ്റെ മതിലിൻ്റെ വെളിയിൽ, ഗേറ്റിൻ്റെ വെളിയിൽ നിൽപ്പുണ്ട് നിങ്ങളുടെ കൂടെ വന്ന ചില ഭൂതങ്ങൾ. ഇങ്ങോട്ട് കയറാൻ അനുവാദമില്ല, പക്ഷെ തിരിച്ചു ചെല്ലുമ്പോൾ കയറാമെന്ന് വിചാരിച്ച് നോക്കി നിൽക്കുക. അപ്പോൾ ഇപ്പോഴേ കർത്താവ്, എന്നിൽ അവകാശമുള്ളതും എന്നിൽ കുടിയേർക്കപ്പെട്ടതുമായ തിന്മയുടെ ശക്തിയിൽ വീണ്ടും എന്നിൽ കയറാതിരിക്കാൻ നീ എനിക്ക് കാവലായിരിക്കണം, നീ തന്നെ എന്നോട് ജീവിച്ചോണം. ആ യൂദായുടെ അനുഭവം എനിക്ക് വരല്ലേ. കർത്താവിൻ്റെ കൂടെ കുരിശിൻ്റെ ചുവടുവരെയും എത്തി മാതാവിനെയും യോഹന്നാനെയും ഒക്കെ പോലെ ഞങ്ങൾ സനാഥരാകണം, അനാഥരാകാൻ പാടില്ല. കുരിശിൻ്റെ ചുവട് വരെ പോയതുകൊണ്ട് മാതാവിനെ കിട്ടിയ ഗുണം തനിക്ക് തന്നെ നോക്കാനൊരു മോനെ കിട്ടി, മോനൊരു അമ്മയും കിട്ടി. രണ്ടുപേരും എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇറങ്ങിയതുമാണ്. അപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് കർത്താവിനെ മാത്രം നോക്കി നടക്കുന്നവർക്ക് ആരെല്ലാം ഇല്ല, ആരെല്ലാം എന്തെല്ലാം ഇല്ല എന്നൊക്കെ അറിയാവുന്ന കർത്താവ് കുരിശിൻ്റെ ചുവട്ടിൽ ചെന്ന് നിൽക്കാമെങ്കിൽ നമുക്കില്ലാത്തത് തന്നുവിടും. കർത്താവ് തന്നാലിരിപ്പതാ, കർത്താവ് തന്നാലേ നമുക്ക് പ്രയോജനപ്പെടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ കഷ്ടാനുഭവാരത്തിലും സ്വർഗാരോഹണ പെരുന്നാളിന് ഒരുങ്ങുന്ന സമയത്ത് ഉയർപ്പ് പെരുന്നാളിലൊക്കെ സംബന്ധിച്ചിരിക്കുന്ന നമ്മൾക്ക് ഇന്ന് കർത്താവ് എന്തൊക്കെയാണ് തരാൻ പോകുന്നത്, ഇന്ന് നമ്മൾ ഏതെല്ലാം കാര്യങ്ങൾ കർത്താവ് ശ്രദ്ധിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. പത്രോസ് ലീഹായിക്ക് കർത്താവിന് 3.5 കൊല്ലത്തെ പ്രസംഗം വേണ്ടതെന്ന് മനസ്സിലായില്ല, കുരിശിനെക്കുറിച്ച് മനസ്സിലായില്ല, കുരിശിനെക്കുറിച്ച് പറഞ്ഞത് മനസ്സിലായില്ല. എന്ന ഇടയ്ക്കൊരു വെളിപ്പാട് കിട്ടി. അത് പിതാവ് കൊടുത്ത വെളിപ്പാടുമാണ്. നമുക്ക് ഇനി ചില വെളിപ്പാടുകളൊക്കെ കിട്ടിയിട്ടുണ്ട്, ചില സത്യങ്ങളൊക്കെ നമ്മൾ ഗ്രഹിച്ചിട്ടുണ്ട്, അതനുസരിച്ച് ചില അനുഗ്രഹങ്ങളും കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് പെട്ടെന്ന് മറഞ്ഞു പോകുന്ന ലോകത്തിൽ നമ്മൾ ജീവിക്കുകയാണ്. ഇങ്ങനെ ചന്ദ്രന് പല സ്വഭാവമുണ്ട്. 28 ദിവസവും 28 സ്വഭാവമാണ് ചന്ദ്രന്. ഒരു ദിവസം പൂർണ്ണചന്ദ്രൻ, നല്ല സന്തോഷം, നല്ല ചിരിയ, നല്ല സന്തോഷമൊക്കെ. എന്താ 14 ദിവസം കഴിയുമ്പോൾ ഒട്ടും കാണാമല്ലോ, കറുത്ത് കരുവാളിച്ചിരിക്കും. എന്താ, അപ്പോൾ കറുത്ത പാവിന് കറുത്തിരിക്കും, വെളുത്ത പാവിന് വെളുത്തിരിക്കും, ഒരേ ചന്ദ്രനാണ്. ഇനി ഈ വെളുത്ത പാവനും കറുത്ത പാവനിടയിൽ തേങ്ങാപ്പൂട് പോലെ ഇരിക്കും ഒരു ദിവസം. ഇങ്ങനെ അത് മാറിക്കൊണ്ടിരിക്കുക. നമ്മളിതുപോലെയാണ്, ചന്ദ്രനെ പോലെയാണ് നമ്മൾ. വളരെ മാസത്തിൽ ഒരു 28 ദിവസത്തിൽ ഒരിക്കൽ മാത്രമേ ഒന്ന് ശരിക്കും മനസ്സ് തുറന്ന് ചിരിക്കാനൊക്കെ ഉള്ളൂ. അന്നും ഒത്തിരി പ്രകാശമൊക്കെ കാണും. പക്ഷെ 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും കറുത്തിരിക്കും, കരുവാളിച്ചിരിക്കും. ആരെയും കണ്ടാലും ചിരിക്കാനും തോന്നുകയില്ല, സന്തോഷിക്കാനും ഒക്കുകയില്ല. അന്ന് കറുത്തഭാവമാണ്. അപ്പോൾ കറുത്തഭാവം വിചാരിക്കേണ്ട, എന്നും കറുത്തഭാവാണെന്ന് വിചാരിക്കേണ്ടത് കേട്ടോ. പിറ്റേ ദിവസം തൊട്ട് തേങ്ങാപ്പോട് പോലെ ശാലം പൊങ്ങി വരും. അതിങ്ങനെ പൊങ്ങി വരും. പിന്നെ 2 ആഴ്ച കഴിയുമ്പോൾ പിന്നെയും ചിരിക്കും. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഇതിങ്ങനെ എവിടെതാണെന്ന് അറിഞ്ഞിരിക്കാമെന്ന് നമുക്ക് ഇതിനെ സഹിക്കാൻ വഹിക്കാൻ. കറുത്തഭാവന് നിരാശപ്പെടുകയും വേണ്ട, വെളുത്തഭാവന് അഹങ്കരിക്കുകയും വേണ്ട. ഇനിയും തേങ്ങാപ്പോട് പോലെ വരുന്നുണ്ടിനി. ഇങ്ങനെ മാറിയും പറഞ്ഞ് വരുന്നതായി ലോകം. ഇതിനെല്ലാം ഉപയോഗവും ഇതിനെല്ലാം ആവശ്യമുണ്ട്. അപ്പോൾ പത്രോസ് ലീഹായുടെ ചന്ദ്രൻ ശരിക്കൊന്ന് വികസിച്ച് സന്തോഷിച്ചൊരു ദിവസമുണ്ട്. എപ്പോഴാണ്? വെളിപ്പാട് കിട്ടിയപ്പോൾ. യേശു ആരാണെന്ന് ചോദിച്ചപ്പോൾ ഒരു നല്ല ഉത്തരം പറഞ്ഞു. അങ്ങനെ ക്ലാസ്സിൽ മിടുമിടുക്കരായ പിള്ളേർക്ക് അഭിനന്ദനങ്ങൾ കിട്ടും. അവരുടെ നിലവാരം അറിയാൻ വേണ്ടി ചോദ്യങ്ങൾ ചോദിക്കുമ്പം ചാടി എഴുന്നേറ്റ് പറയും മിടുക്കൻ എന്ന് പറഞ്ഞവർക്ക് അഭിനന്ദനമൊക്കെ കിട്ടും. കുറച്ച് കഴിയുമ്പോൾ മണ്ടത്തരവും പറയും, ഇരിയടാ അവിടെയെന്നും പറയുന്നത്.
അപ്പോൾ ഒരേ ക്ലാസ്സിൽ ഒരേ ടീച്ചർ തന്നെ ഒരാളെ അഭിനന്ദിക്കുകയും ചെയ്യും, അതേ ആളിനെ അതിനെ മണ്ടനെന്ന് പറയാനും ഇത് രണ്ടും കേൾക്കുമ്പോൾ അതിനെ ശരിക്ക് അതിനെക്കുറിച്ച് പഠിക്കണമെന്നാണ് പറഞ്ഞത്. പത്രോസ്ലിഹായ്ക്ക് ദേവരാജ്യ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നല്ല ഒരു അഭിനന്ദനം കിട്ടിയ ഒരു ദിവസം. അതെപ്പോഴായിരുന്നു? കൈസരിയ ഫിലിപ്പിയിലെ ഗ്രാമത്തിലേക്ക് യേശു ശിഷ്യന്മാരുമായി പോയി. ജനങ്ങൾ താൻ ആരാണെന്ന് പറയുന്നുവെന്ന് യേശു വഴിയിൽ വെച്ച് ശിഷ്യന്മാരോട് ചോദിച്ചു. നമുക്കിങ്ങനെ ഒരു അന്വേഷണമുണ്ടോ? നമ്മളെ എല്ലാവരും പൊക്കി പറയണം, നമ്മളെല്ലാവരും പ്രശംസിക്കണം, എല്ലാവരും നമ്മളെ അറിയണമെന്നൊരാഗ്രഹം നമുക്കുണ്ട്. നമ്മളെക്കുറിച്ചുള്ള മറ്റുള്ളവരുടെ അഭിപ്രായം എന്താണെന്ന് നമ്മൾ അറിയാറുമുണ്ട്, അന്വേഷിക്കാറുമുണ്ട്. എന്നാൽ ചിലരുടെ അഭിപ്രായത്തോട് നമുക്ക് യോജിക്കാൻ ഒക്കുകയില്ല. അത് നമുക്ക് സങ്കടവും വരാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും കർത്താവ് ഈ കൂടെ നടക്കുന്ന ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്നെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതുകൊണ്ട് അമ്മയാണെങ്കിലും അമ്മായിയമ്മയാണെങ്കിലും അപ്പനാണെങ്കിലും അമ്മയാണെങ്കിലും ഭാര്യയായാലും ഭർത്താവ് വല്ലപ്പോഴൊക്കെ ഒന്ന് ചോദിക്കണം, എന്താ എന്നെക്കുറിച്ചുള്ള അഭിപ്രായം എന്താ? അതൊന്നും അറിയുന്നതാണല്ലോ അല്ലേ? അത് വേറെ വല്ലതിലും അറിയുന്നതിനൊക്കെ നേരിട്ട് ചോദിച്ചങ്ങ് അറിയുന്നതാണ് നല്ലത്. അപ്പം അങ്ങനെ കർത്താവിൻ്റെ ആ സ്വഭാവം നോക്കുമ്പോൾ അപ്പം നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ എന്തൊക്കെയാണ് ധരിച്ചിരിക്കുന്നത്? എല്ലാവരും ശരിയായിട്ട് ധരിക്കണമെന്നൊന്നുമില്ല, എന്ത് വേണേലും ധരിക്കാം. തെറ്റിദ്ധാരണ, യേശുവിനെ കുറിച്ച് തെറ്റിദ്ധാരണമെന്നവർ നമ്മുടെ കാര്യം പറയണം. അപ്പോൾ ആരെല്ലാം എന്തെല്ലാം ധരിച്ചാലും അതിനെ സത്യ അറിവിലേക്ക് ആനയിക്കുവാൻ നാളുകളെടുക്കും, ഒറ്റ ദിവസം കൊണ്ടൊന്നും പറ്റുകയില്ല. ഈ പത്രോസിന്റെ കഥ തന്നെ എടുത്താട്ട് നോക്കിയാട്ടെ. അപ്പോൾ കൈസരിയ ഫിലിപ്പിയിലെ ഗ്രാമത്തിലേക്ക് യേശു ശിഷ്യന്മാരുമായി പോയപ്പോൾ ജനങ്ങൾ തന്നെ ആരാണെന്ന് പറയുന്നെന്ന് ഒരു ആദ്യത്തെ ചോദ്യം, മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്താ പറയുന്നത് നിങ്ങൾ കേട്ടത്? അങ്ങനെ നമുക്ക് മറ്റുള്ളവരിൽ കൂടെ കിട്ടുന്ന അഭിപ്രായങ്ങളുണ്ട്. ഒരു ചോദ്യം അതായിരുന്നു. യേശു വഴിയിൽ വെച്ച് ശിഷ്യന്മാരോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ചിലരുടെ അഭിപ്രായം യേശു യോഹന്നാസ്നാപകനാണെന്നോ, യോഹന്നാസ്നാപകൻ ഉയർത്തെഴുന്നേറ്റ് വന്നതാണെന്നാണ് ചിലരുടെ വിചാരം. ചിലര് ഏലിയാവ് വന്നിരിക്കുന്നു, പണ്ട് ഉടലോടെ സ്വർഗത്തിൽ പോയാൽ തിരിച്ചെന്ന് വന്നിരിക്കുകയാണ് എന്നാണ് ഒരു കൂട്ടരുടെ സമ്മതി. വേറെ ചിലർ മറ്റേതോ പ്രവാചകനാണ് എന്നാണ്. ഇങ്ങനെ പല അഭിപ്രായങ്ങൾ പറയുന്നെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അടുത്ത ചോദ്യം, എന്നാൽ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് എന്നൊരു ചോദ്യം. ആ ചോദ്യം കേട്ട ഉടനെ പരിശുദ്ധ ആത്മാവ്, സ്വർഗത്തിലെ പിതാവിന്റെ ആത്മാവ് പത്രോസിന്റെ ഉള്ളിൽ ഒന്ന് മിന്നി. കാരണം സ്ലീഹന്മാരുടെ തലവനെന്ന നിലയിൽ പത്രോസിനെ കൊണ്ടത് പറയിപ്പിക്കേണ്ടത് ആവശ്യമായി. നമുക്ക് എല്ലാവർക്കും വേണ്ടിയാണ് പത്രോസിയാക്കി ആ വെളിപ്പാട് കൊടുത്തത്. ആ പത്രോസ് ചെയ്യാതെ നമ്മുടെ എല്ലാവരുടെയും പ്രതിനിധിയായി, യേശുവിനെ അനുഗമിക്കുന്ന എല്ലാ ക്രിസ്ത്യാനികളുടെയും, എല്ലാ കാലത്തെ ക്രിസ്ത്യാനികളുടെയും പ്രതിനിധിയായി പത്രോസിനെ കൊണ്ട് ഒരു കാര്യം പറയിപ്പിച്ചു. എന്താ പറഞ്ഞത്? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മെശിയാകുന്നു ശീമോൻ പ്രവർത്തനം പറഞ്ഞു. നമ്മൾ ആ കാര്യം പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ആ പത്രോസിനോടൊപ്പം പിതാവേ ഞങ്ങളുടെ ആത്മാവിനെ ഞങ്ങളുടെ അങ്ങനെ യേശുവിനെ ഒന്ന് ഏറ്റു പറയാൻ പോവാം, നമുക്കൊന്ന് ഏറ്റു പറയാം. അപ്പൊ നമ്മളോട് കർത്താവ് ചോദിച്ചിരിക്കുക, യേശു നിങ്ങളുടെ ആരാണ്? യേശുവിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പൊ അങ്ങനെ പത്രോസ്ലിഹായ്ക്ക് പിതാവായ ദൈവം കൊടുത്തതായ ആ വെളിപ്പാട് നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പോഴൊന്ന് ഏറ്റു പറയാം. ആരാണ് കർത്താവേ? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മെശിയാകുന്നു. നമുക്ക് ഏറ്റു പറഞ്ഞ, കർത്താവേ നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മെശിയാകുന്നു. അങ്ങനെ പറയുമ്പോൾ കർത്താവിന് ഭയങ്കര സന്തോഷമാണ്. അതൊരു സത്യമാണ്. ആ സത്യം വെളിപ്പെടുത്തിയാലേ, പിതാവ് വെളിപ്പെടുത്തിയാലേ മനസ്സിലാവുള്ളൂ. അപ്പൊ അത് കേട്ട ഉടനെ കർത്താവ് പറഞ്ഞത്, ആരോടും തന്നെക്കുറിച്ച് ഇപ്പൊ പറയരുത്, അവനവരെ വിലക്കി. എന്താണ് അതിന്റെ കാരണം? ഈ കാര്യം മത്തായിയുടെ സുവിശേഷം 16 അധ്യായത്തിൽ കുറെ കൂടെ വിശദീകരിച്ച് എഴുതിയിട്ടുണ്ട്. മർക്കോസ് വളരെ ചുരുക്കി എഴുതിയിരിക്കുന്നു. മർക്കോസ് ചില കാര്യങ്ങൾ എഴുതിയിട്ടില്ല. അത് മർക്കോസ് എഴുതുന്ന കാലത്ത് ആവശ്യമില്ലായിരുന്നു, പക്ഷേ മത്തായി എഴുതിയ കാലത്ത് ആവശ്യമായിരുന്നു. ആ കാര്യം ഒന്ന് വായിക്കാവോ? വിശുദ്ധ മത്തായി 16 ഈ കാര്യം പറയുന്നിടത്ത് അങ്ങനെ സുവിശേഷങ്ങളെ താരതമ്യപ്പെടുത്തി പഠിക്കുമ്പോൾ കിട്ടുന്ന ചില പാഠങ്ങളുണ്ട്. 4 സുവിശേഷകരും യേശുവിനെ കുറിച്ചാണ് എഴുതിയതെങ്കിലും അത് എഴുതിയ സാഹചര്യത്തിൽ ചിലത് വിട്ടുകളയുകയോ ചിലത് വിശദീകരിക്കുകയോ ഒക്കെ ചെയ്യുന്നതിന് ഉദ്ദേശമുണ്ട്. കേൾവിക്കാരുടെയും വായനക്കാരുടെയും ആവശ്യം അനുസരിച്ചാണ് ദൈവാത്മാവ് കാര്യങ്ങൾ എഴുതുകയോ പറയുകയോ ചെയ്യുന്നത്. മർക്കോസ് എഴുതുന്ന സാഹചര്യത്തിലല്ല മത്തായി എഴുതിയത്. മത്തായി എഴുതിയത് മത്തായി 16 എത്രാമത്തെ വാക്യത്തിലായി കാര്യം പറഞ്ഞത്? അതൊന്ന് വായിച്ചാട്ട്. ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും യെരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുവനെന്നും എന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നത് ചോദിച്ചപ്പോൾ അതിനെ ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോ കർത്താവിന്റെ പ്രതികരണം എന്താ? ബെറിയോനാ ശിമോനെ, പൊന്നുമോനെ, നിനക്ക് വലിയൊരു വെളിപ്പാടായിട്ട് നല്ല നല്ല ബെസ്റ്റ് ഉത്തരമാണ് പറഞ്ഞു. പക്ഷെ നിനക്ക് എങ്ങനെയാ ഉത്തരം കിട്ടിയെന്ന് പറഞ്ഞോ?
അതോടെ വായിച്ചേ. നീ ഭാഗ്യവാൻ മാംസരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ വെളിപ്പെടുത്തുന്നത്. ഈ രണ്ട് വേദഭാഗം ചേർത്ത് വായിച്ചപ്പോ കാര്യം മനസ്സിലായോ? ഇത് ഇണവാക്യങ്ങളാ. ഇത് രണ്ടും കൂടെ ചേർത്തപ്പോ നമുക്ക് കിട്ടിയ ഒരു കാര്യം, മർക്കോസും മത്തായിയും ഒക്കെ വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം, സ്വർഗത്തിലെ പിതാവ് വെളിപ്പെടുത്തിയാൽ മാത്രം മനസ്സിലാകുന്ന ഒത്തിരി കാര്യങ്ങൾ ഉണ്ട്. ആ ആഗ്രഹത്തോടെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പള്ളി വരുമ്പോഴും വചനം കേൾക്കും, ദൈവമേ എന്ന് എനിക്ക് നീ തരാൻ വെച്ചിരിക്കുന്ന സത്യങ്ങൾ ഗ്രഹിപ്പാൻ തക്കവണ്ണം ആ വെളിപ്പാടിന്റെ ആത്മാവിനെ എനിക്ക് തരണമേ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാമെങ്കിൽ നമുക്ക് കർത്താവിന്റെ പ്രശംസ വാങ്ങിക്കാൻ സാധിക്കും, കർത്താവിനെ പ്രസാദിപ്പിക്കാൻ സാധിക്കും. ബരിയോനാശീമോനെ നീ ഭാഗ്യവാനാണെന്ന് പറയും. ആ ഭാഗ്യം നമുക്ക് വേണം. ഭാഗ്യം കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് പിശാചിന് അസൂയ മൂക്കും. എന്നാൽ അവന്റെ ഭാഗ്യം ഒന്ന് കളയണമല്ലോ എന്ന് വിചാരിക്കും. അപ്പൊ പിതാവിന് വെളിപ്പാട് കൊടുക്കാനൊരു വഴുത് കിടപ്പുണ്ട്, പിശാചിന് വെളിപ്പാട് തരാൻ വേറെ വഴുത് കിടപ്പുണ്ട്. ഇത് രണ്ടും അറിഞ്ഞിരിക്കണം. നമ്മുടെ ഹൃദയത്തിന്റെ പ്രത്യേകത, നമ്മുടെ മനസ്സിന്റെ പ്രത്യേകത. പിതാവിന് വല്ലതും വർത്താനം പറയണം തോന്നുമ്പോൾ തുറന്ന് കയറി വരുന്ന ഒരു വഴിയുണ്ട്, അതങ്ങ് അടയ്ക്കുകയും ചെയ്യും. പിശാചിന് കയറാനുള്ള വഴിയും കിടപ്പുണ്ട്. ഇത് രണ്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ ലോകത്തിലെ നമ്മുടെ ബലഹീനത, പിശാചിനും പിതാവിനും വർത്താനം പറയാനുള്ള ചാനൽ കിടപ്പുണ്ട്. അതെപ്പോഴാണ് ഓഫ് ആകുന്ന ഓണാണെന്ന് പറയാൻ പല ചാനലുണ്ട്. നമ്മുടെ ടി വിയുടെ ഭാഷയിൽ പറഞ്ഞാൽ പല ചാനലിലാണ് സംഗതികൾ കിടക്കുന്നത്. അപ്പം പത്രോസ് ലീഹായോട് പിതാവായ ദൈവതമ്പുരാനെന്ന് സംസാരിക്കണമായിരുന്നു. അത് മനുഷ്യജാതിക്ക് മുഴുവനും രക്ഷ കിട്ടുവാൻ പറ്റുന്നതാണ്. താൻ അയച്ചിരിക്കുന്ന പുത്രൻ ആരാണെന്ന് വെളിപ്പെടുത്തേണ്ടത് പിതാവിന്റെ ധർമ്മമാണ്. പിതാവ് അത് ശിഷ്യന്മാരുടെ തലവനായ പത്രോസിനെ ആ സ്വർഗത്തിലെ ചാനൽ അങ്ങ് ഓണാക്കി. സ്വർഗത്തിലെ ചാനൽ ഓണാക്കി കഴിഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് പറയുന്നത് ഇവിടെ കേൾക്കാം. അങ്ങനെ പത്രോസ് അതങ്ങ് വിളിച്ചു പറഞ്ഞു. ഭയങ്കര സന്തോഷമായി. അപ്പൊ ഇത് കേട്ടപ്പോ ഈ ലോകത്തിന്റെ പ്രഭുവായ പിശാചിനെ ഈ പത്രോസിലും ഇവരിൽ നമ്മളുടെ എല്ലാം കുറെ അവകാശം കിടപ്പുണ്ട്. കാരണം ആദ്യ മാതാപിതാക്കൾ നമ്മളെ വിറ്റതാണ്. ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തൊരു പഴത്തിന് വിറ്റ കൊണ്ടിട്ട് നമ്മൾ പോയതാണ്. അപ്പൊ അങ്ങനെ ഒരു അവകാശം എൻ്റെ കിടക്കുന്നുണ്ട്. അവന് കയറി വിടാനൊരു വഴുതും കിടപ്പുണ്ട്. അപ്പൊ പിതാവായ ദൈവതമ്പുരാൻ ഒരു വാതിൽ തുറന്ന് ആ ചാനലിൽ കൂടെ സത്യം ഗ്രഹിപ്പിച്ചപ്പോൾ പിശാച് പറഞ്ഞ് എനിക്കും ഉണ്ടൊരു വഴി, ഞാനിതിലൂടെ കയറി അതിന് തടവെക്കാൻ പോവാണെന്ന് പറഞ്ഞൊരു ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മനുഷ്യപുത്രൻ ഈ ദൈവപുത്രനാണെന്നുള്ള കാര്യം, അത് മെശിഹ ആണെന്നുള്ള കാര്യം പത്രോസിന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ പത്രോസിന്റെ വേറൊരു വശത്തൂടെ ആര് കയറി? സാത്താൻ കയറി. ഈ ബോധം നമുക്കുണ്ടായിരിക്കണം. പണ്ടത്തെ റേഡിയോയുടെ ഭാഷയിൽ പറഞ്ഞാൽ പല മീറ്ററിൽ ആണ് ഓരോ സ്റ്റേഷൻ. ശകലം മാറിക്കഴിഞ്ഞാൽ വേറെ സ്റ്റേഷനാണ്. ഒരു സ്റ്റേഷനിൽ സന്ദേശം കേട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ജമ്പ് ചെയ്ത് വേറെ കയറി വരുന്ന കേൾക്കാമായിരുന്നു, പഴയകാലത്ത് കേൾക്കാമായിരുന്നു. അങ്ങനെ സംഭവിക്കും. ഒരു നൂലുവണ്ണത്തിന് അതിന് വ്യത്യാസം ഇരിക്കുന്നത്. ഇതുപോലെ സ്വർഗത്തിന്റെ ചാനലും പിശാചിന്റെ ചാനലും തമ്മിൽ ഒരു നൂലുവണ്ണത്തിന് വ്യത്യാസമേ ഉള്ളൂ. എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് ജമ്പ് ചെയ്യാൻ സാധ്യതയുള്ളൂ. ഈ ഒരു കാര്യവും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മുടെ മനസ്സിൽ തോന്നുന്നതും പറയുന്നതും വിചാരിക്കുന്നതും കാണുന്നതും എല്ലാം ശരിയാണെന്നോ ഇല്ല. അത് വീണ്ടും ചെക്കപ്പ് ചെയ്യണം. ഏത് സ്റ്റേഷനാണ് ഇപ്പൊ പ്രവർത്തിക്കുന്നത്? ഏതായാലും പത്രോസിന് സ്വർഗത്തിന്റെ ചാനലിൽ കൂടി ഒരു സന്ദേശം കിട്ടി. ഉടനെ അസൂയപൂർണ്ണ പിശാച് അവന്റെ ചാനൽ തുറന്ന് വർത്തമാനം പറയാൻ തുടങ്ങി. രണ്ടും കൂടെ ജമ്പ് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും. പത്രോസിന്റെ വിചാരം ഇപ്പോഴും ഭാഗ്യവാൻ തന്നെയാണെന്നാ. ഇപ്പോഴും അതേ പഴയ ചാനലിലെ സംഗതി ഓടുന്ന വിചാരം. പക്ഷേ പത്രോസിന് എന്ത് സംഭവിച്ചു? പിശാച് ഒരു കാര്യം പറഞ്ഞു. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് മനുഷ്യജാതിയെ മുഴുവൻ രക്ഷിക്കാനുള്ള പദ്ധതി ഇവർക്ക് ഈ വെളിപ്പാട് കൊടുത്തതിന് ശേഷം കാൽവറി മലയിൽ മരിച്ച് ഈ പിശാചിന്റെ അവകാശം മുഴുവൻ തീർക്കാൻ അവൻ ചോദിക്കുന്നതോളം മറുവില കൊടുത്ത് വരെ വീണ്ടെടുക്കാൻ മരിച്ചേ മതിയാവും. പക്ഷെ ആ മരണത്തിന്റെ ആവശ്യം പത്രോസിന് മനസ്സിലായിട്ടില്ല. അതിന് പിശാചിന് ഈ ക്രൂശ് മരണം ഒഴിവാക്കിയിട്ട് ഈ മനുഷ്യരെ മുഴുവനും കളിപ്പിച്ച് വീണ്ടും അവരെ മേൽ തന്നെ അധികാരം സ്ഥാപിച്ച് തുടരണമെന്നുള്ള വലിയ അത്യാഗ്രഹമുണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? പിശാച് യേശുവിന്റെ കുരിശിനെ വേണ്ടാന്നാണ് പത്രോസിനോട് പറഞ്ഞത്. അപ്പൊ അത് അവന്റെ സ്നേഹത്തിന്റെയും കരുണയുടെയും അവന്റെ നല്ല ചില വശങ്ങളെ മുതലെടുത്തുകൊണ്ടാണ് പറയുന്നത്. പത്രോസിനെ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ ഗ്രഹിച്ച ഭാഗ്യവാനായി കർത്താവ് പ്രശംസിച്ചപ്പോൾ അവനങ്ങ് വല്ലാതെ അങ്ങ് ഉയർന്നുപോയി. അങ്ങനെ പ്രശംസിച്ചു കഴിഞ്ഞപ്പോൾ പത്രോസിനൊരു വലിയ അമിതമായ ധൈര്യമുണ്ട്. ഞാൻ എന്നാ പറഞ്ഞാലും ഇനി കേൾക്കും. അങ്ങനെയാണെങ്കിൽ പത്രോസിനെ തന്നെ പിശാച് കൈക്കലാക്കിക്കൊണ്ട് പറഞ്ഞു, ഓ കർത്താവ് അങ്ങനെ മരിക്കേണ്ട കാര്യം എന്തുകൊണ്ട്? ഞങ്ങളെല്ലാം വിട്ട് നിന്റെ പുറകെ വന്നിരിക്കുകയല്ലേ, നീ മരിക്കുകയെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കാരാ? മീൻപിടുത്തവും വിട്ട്, ഭാര്യയും വിട്ട്, മയ്യമ്മയും വിട്ട്, വീട്ടുകാരെയും വിട്ട് ഞാൻ നിന്റെ പുറകെ വന്നിരിക്കുക. നീ ഇപ്പോൾ രാജാവാകുമ്പോൾ പ്രധാനമന്ത്രിയാവാമെന്ന് ഞാൻ വിചാരിച്ചു. റോമൻ സാമ്രാജ്യത്തെ തകിടം മറിക്കും,
നീ രാജാവാകും, ഒരു വലിയ വിപ്ലവം നടക്കും, പ്രധാനമന്ത്രി ഞാനാകുമെന്ന് വിചാരിച്ച ഞാൻ പ്രതീക്ഷയോടെ ഇതെല്ലാം മീൻപിടുത്തെല്ലാം വിട്ട് മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്നൊക്കെ പറഞ്ഞ് വന്നതിൻ്റെ അർത്ഥം അതാണെന്ന് പുള്ളിക്ക് മനസ്സിലായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നീ മരിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. പ്രിയപ്പെട്ടവർ മരിക്കുമെന്ന് പറഞ്ഞാൽ സമ്മതിക്കുമോ? അയ്യോ നീ മരിക്കില്ല, പിന്നെ ഞാൻ കാരാ, സ്നേഹമാണ്. അപ്പോൾ കിട്ടിയ മറുപടി എന്നാ? പോ പിശാച് എന്നാ. അപ്പോൾ അത് ഏത് ചാനലിൽ നിന്ന് വന്ന സന്ദേശമാണ്? അപ്പോൾ പിശാചിൻ്റെ ചാനൽ തുറന്നു, പിശാചാണെന്ന് പറയിപ്പിച്ച്. അത് പത്രോസ് അറിഞ്ഞോ? ഇല്ല. അപ്പോൾ ഈ കാര്യം മർക്കോസ് ഈ കാര്യം മാത്രമേ ഊന്നി പറയുന്നുള്ളൂ. ദൈവത്തിന്റെ പുത്രനായ മെശിയാണ് ഈ യേശു ക്രിസ്തു എന്ന ശീമോന് ഉത്തരം പറഞ്ഞത് കർത്താവ് സന്തോഷത്തോടെ അത് അവനെ അഭിനന്ദിച്ചെങ്കിലും ഇതാരോടും പറയരുതെന്നുള്ള കാര്യം മാത്രമാണ് മർക്കോസിൽ കൂടെ എഴുതിയിരിക്കുന്നത്. ആരോടും തന്നെ കുറിച്ച് പറയരുതെന്ന് അവരെ വിലക്കി. എന്താ കാര്യം എന്താണ്? എല്ലാവരോടും പത്രോസ് പറഞ്ഞ പോലെ എല്ലാവരും ഇവൻ ദൈവത്തിന്റെ മെശിഹയാണ്, രാജാവാണ് എന്നെല്ലാവരും അങ്ങ് അറിഞ്ഞിരുന്നെങ്കിൽ കർത്താവിനെ കുരിശിക്കാൻ ആളുണ്ടാവുമായിരുന്നു. എല്ലാവരും കർത്താവ് കുരിശിക്കപ്പെട്ടാലേ മനുഷ്യജാതി രക്ഷപ്പെടുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ ഇത് നിനക്ക് കിട്ടിയത് കൊള്ളാം, ഇത് നിന്റെ പ്രത്യേക ആവശ്യത്തിന് വേണ്ടി നിനക്ക് വ്യക്തിപരമായി തന്ന ഒരു സന്ദേശമാണിത്. ഇപ്പം ആരോടും ഇത് പറയണ്ട, അത് നിന്റെ ഹൃദയത്തിലിരിക്കട്ടെ. ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ കുരിശിന്റെ ചോട്ടിൽ നീയും കൂടെ വന്ന് നിൽക്കണം. കുരിശിന്റെ ചോട്ടിൽ വന്ന് നിന്ന് മരിച്ചു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം സ്വർഗാരോഹണം ചെയ്ത് പെന്തിക്കോസ്തിക്ക് ശേഷം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞതിന് ശേഷം ഇതെല്ലാവരോടും പറഞ്ഞു. ഇപ്പൊ പറയാൻ സമയമായിട്ടില്ല. ഇപ്പൊ എല്ലാവരും ഇത് അറിഞ്ഞാൽ കുരിശിക്കാൻ ആളില്ലാതെ വരും. കുരിശിക്കാൻ ആളില്ലാതെ വന്നാൽ പിന്നെ തന്നെ ചാകാനൊക്കെ ആത്മഹത്യ ചെയ്യാനൊക്കെയില്ല, ആരെങ്കിലുമൊക്കെ വേണ്ടേ? അതുകൊണ്ട് ബോധമില്ലാത്ത കുറേ പേരുണ്ടെങ്കിലേ കുരിശുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഇപ്പം ഇത് കൈയിരിക്കട്ടെ, ഇതാരോടും പറയട്ടാതെ. അപ്പം നാൾതോറുമുള്ള കുരിശ് നമുക്ക് വേണമെങ്കിൽ ചിലർ നമ്മളെ തെറ്റിദ്ധരിക്കാൻ വേണമെന്നേ, നമ്മളെ തള്ളാനും കൊള്ളാനും തെറ്റിദ്ധരിക്കാനും ഒറ്റപ്പെടുത്താനൊക്കെ ചിലരും വേണം. അതും ദൈവം തമ്പുരാന്റെ ദാനമായിട്ട് സ്വീകരിക്കണം, അതിന് നന്ദി പറയണമെന്നാണ് വിചാരിച്ചത്. അപ്പൊ യേശു മനുഷ്യജാതിയെ രക്ഷിക്കാൻ വന്ന യേശുവിന് ഈ രണ്ട് കാര്യവും ബോധ്യം ഉണ്ടായിരുന്നു. തന്നെ മനസ്സിലാക്കുന്നവരും വേണം, മനസ്സിലാക്കാത്തവരും വേണം. രണ്ടു കൂട്ടരും ഒരുപോലെ നമുക്ക് അത്യാവശ്യമാണ്. അത് കർത്താവിന് അറിയാമായിരുന്നു. മനുഷ്യപുത്രൻ വളരെ പീഡ അനുഭവിക്കുമെന്നും ജനപ്രമാണിമാരും പ്രധാനാചാര്യം വേദപണ്ഡിതരും തന്നെ നിരസിക്കുമെന്നും കൊല്ലുകയും ചെയ്യുമെന്നും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്നും അവരെ പഠിപ്പിച്ചു. അവൻ ഈ കാര്യം അവരോട് തുറന്നു പറഞ്ഞു. പക്ഷെ കീപ്പായ്ക്കത് മനസ്സിലായില്ല. അവനെ മാറ്റി നിർത്തി തടസ്സം പറവാൻ തുടങ്ങി. യേശു തിരിഞ്ഞ് ശിഷ്യനെ നോക്കിയിട്ട് ശിവനെ ശകാരിച്ചു, സാത്താനേ നീ എൻ്റെ പിന്നിലേക്ക് പോവുക. അപ്പം നമ്മൾക്കും നമ്മുടെ കൂടെ പിശാച് വരുന്നത് കണ്ടാൽ അന്നേരം തന്നെ ശകാരിക്കാൻ പഠിക്കണം. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പഠിച്ചാലേ ശകാരിക്കാൻ ഒക്കുള്ളൂ. നമ്മൾ ശകാരിക്കാഞ്ഞുകൊണ്ട് പല ഭൂതങ്ങളും നമ്മുടെ കൂടെ കൂടുകയും ഭൂതങ്ങൾ പറയുന്നത് നമ്മൾ പറയുകയും നമ്മൾ ദൈവത്തിൻ്റെ കുരിശിൻ്റെ പാതയിൽ നിന്ന് വ്യതിചലിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുരിശിൻ്റെ ഇടുക്കവും ഞെരുക്കുള്ള പാതയിൽ നിന്ന് ഇടത്തോട്ടും പോകാൻ പാടില്ല, വലത്തോട്ടും പോകാൻ പാടില്ല. ആ എല്ലാ ദിവസത്തെയും പ്രാണൻ കുരിശിൻ്റെ പാതയിൽ പോയി മരിച്ച് ഉയർത്തെഴുന്നേറ്റ് യേശുവിൻ്റെ മാറിലെത്തിയാലേ യേശുവിൻ്റെ മണവാട്ടിയാകാൻ യേശു പോയ വഴി കൂടി ഒക്കെ പോകേണ്ടി വരും. അതുകൊണ്ട് നമ്മളെ സ്നേഹിക്കുന്നവർ മാത്രമല്ല, നമ്മളെ വെറുക്കുന്നവരും വേണം. എല്ലാവരും എപ്പോഴും പൊക്കിക്കൊണ്ട് നടന്നോണം, എല്ലാവരും എന്നെ ബഹുമാനിച്ചോണം, എന്നെ ആദരിച്ചോണം എന്നല്ല പറയേണ്ടത്. എന്നെ കുരിശിക്കാനും ആൾ വേണം, എന്നെ പഴിക്കാനും ആൾ വേണം, എന്നെ സ്നേഹിക്കാനും ആൾ വേണം. ഇത് രണ്ടിനെയും കർത്താവ് ആൾ കരുതിയിട്ടുണ്ട്. കർത്താവ് തന്നാൽ മതി. നമ്മളാരെയും കയറിയെടുക്കണ്ട, ആരെയും പ്രതീക്ഷിക്കുകയും വേണ്ട. എൻ്റെ കർത്താവിനെ എനിക്ക് വേണം, കർത്താവ് തരുന്നവരെ വേണം. അപ്പം കുരിശിൻ്റെ ചുവട് പോലെ ചെന്ന യോഹന്നാനെ മാതാവിനെയും കൂട്ടുകാരായി സഹകാരികളായി യേശു കൊടുത്തുകൊണ്ടാണ് അവർ വീട്ടിൽ താമസിക്കുന്നത്. അതിനു മുമ്പ് താമസിച്ചോ? ഇതുപോലെ നമ്മുടെ വീട്ടിൽ ഒന്നിച്ച് താമസിക്കാൻ ദൈവം കരുതിയ ആളാവരട്ടെ. നമ്മൾ പ്രതീക്ഷിക്കുന്നവരാകണമെന്നില്ല. ഈ കാര്യം പറഞ്ഞു. അപ്പോൾ ഇന്ന് വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന അമ്മമാരുണ്ട്, അമ്മായിയമ്മമാരുണ്ട്, അപ്പന്മാരുണ്ട്, സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്. ഒറ്റയ്ക്ക് താമസിക്കുക. മക്കളൊക്കെ അമേരിക്കയിലും പല സ്ഥലങ്ങളിലും എല്ലാം നല്ല പക്ഷെ ആരും നോക്കാൻ അവർ പ്രാഗിക്കൊണ്ടിരിക്കുക. ഞാൻ ഒത്തിരി എണ്ണത്തിനെ വളർത്തി വിട്ടു, ഒന്നുമില്ല എൻ്റെ കൂടെ. ഇപ്പോൾ അങ്ങനെ പ്രാകേണ്ട കാര്യമുണ്ടോ? എൻ്റെ കർത്താവ് നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ മതി. നീ എനിക്ക് ആരെയും തന്നാൽ അത് മതി. എല്ലാവരും സുഖമായിട്ട് കഴിയട്ടെ, എല്ലാവരും ക്ഷേമമായിട്ട് കഴിയട്ടെ. എന്നെ സൃഷ്ടിച്ചത് നീ ആണെങ്കിൽ എനിക്ക് വേണ്ടിയവരെ ഞാൻ നിന്റെ കുരിശിൻ്റെ ചുവട്ടിൽ അപ്പോൾ ആരാധന മുടക്കാതിരുന്നാൽ മതി. കുരിശിൻ്റെ ചുവട്ടിൽ എന്നും വന്നാൽ മതി. ഓരോ ദിവസവും സമാധാനത്തോടെ പൊക്കോളാൻ പറയും. അപ്പോൾ സമാധാനത്തോടെ പോകാൻ വേണ്ടതെല്ലാം തന്നുവിടും. അപ്പോൾ ഇന്നത്തെ ഈ ഉയർപ്പ് പെരുന്നാളിൻ്റെ ഈ ബുധനാഴ്ച ദിവസത്തിൽ നമുക്ക് എന്തെല്ലാം ഇല്ലെങ്കിലും എന്തെല്ലാം ഉണ്ടെങ്കിലും അതെല്ലാം കുരിശിൻ്റെ ചുവട്ടിൽ വച്ചേരെ. എന്നർക്ക് വേണ്ടിയത് കർത്താവ് തന്നേരും. അതുകൊണ്ട് പോകാം. അതുകൊണ്ട് പത്രോസിന് ഈ കാര്യം കർത്താവിനെ ഉയർത്തെഴുന്നേറ്റതിന് ശേഷമാണ് മനസ്സിലായത്. അതുവരെയും താനും കുറേ നാൾ മാറി നടക്കേണ്ടി വന്നു. ആ പത്രോസിന്റെ വിലയിൽ നമുക്കും ഉണ്ടാകാം. അതുകൊണ്ട് കർത്താവെ യോഹന്നാനെ മാതാവിനെയും യോഹന്നാനെയും കിട്ടിയ പോലെ
നീ ഞങ്ങൾക്ക് ആരെ എന്തിനാ കരുതിയിരിക്കുന്നത്, അത് നീ തരുന്നത് മതി. തന്നില്ല എനിക്കൊരു പരിഭവമില്ല, നീ ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഇമ്മാനുവേൽ ലോകാവസാനത്തിലും കൂടെ ആ യേശുവിൽ നമ്മൾ സന്തുഷ്ടി പ്രാപിച്ച് ഈ കുരിശിൻ്റെ ഏത് അനുഭവത്തെയും രണ്ടു കൈ നീട്ടി വാങ്ങിച്ച് എല്ലാത്തിനും നന്ദി പറഞ്ഞാണെങ്കിൽ വേണ്ടിയത് കിട്ടും, വേണ്ടാത്ത പോയിക്കോളൂ. പോകുന്നതിനൊക്കെ നിരാശപ്പെടുകയും വേണ്ട. യൂദാസ്കറിയാത്ത പോയിട്ട് കുറേ പോയോ, നീ പോയി ചെയ്യാനൊക്കെ ചെയ്തോളാൻ പറഞ്ഞു. ഇങ്ങനെ പോകുന്നവരുണ്ട്, വരുന്നവരുണ്ട്, വന്നേച്ച് പോകുന്നവരുണ്ട്, പോയി തിരിച്ചു വരുന്നവരുണ്ട്. പല ഇനം മനുഷ്യരാണ് നമുക്കുള്ളത്. ആരെക്കുറിച്ച് നമുക്ക് പരിഭവിക്കുകയും പഴിക്കുകയും ഒന്നും വേണ്ട. കർത്താവ് തരുന്നതിനെല്ലാം രണ്ടു കൈ നീട്ടി വാങ്ങിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് യേശു നമ്മുടെ കൂടെ വന്ന് നമ്മുടെ സങ്കടം തീർത്ത് നമ്മളെ ആശ്വസിപ്പിക്കുന്നവനാണെന്നുള്ള ബോധത്തിൽ പത്രോസിനെ കർത്താവ് പുറകെ ചെന്ന് അവനെ കൊതി തീരെ മീൻ പിടിപ്പിച്ച് അവനെ വേണ്ടതെല്ലാം കൊടുത്ത് അങ്ങനെ ആ പത്രോസ് നീ എന്നെ സ്നേഹിക്കുന്നോ എന്ന് ചോദിച്ചാൽ സ്നേഹിക്കുന്നു എന്ന് പറയിപ്പിച്ച് വീണ്ടും ആ വീണുപോയാൽ ചെന്ന് എഴുന്നേൽപ്പിച്ച് ആയിരക്കണക്കിന് പേരെ നിരുന്ന മനുഷ്യരെ പിടിക്കുന്നവനാക്കി തീർത്തു. ആ പത്രോസ് പോയ വഴിയെ നമുക്കും പോകാം. പത്രോസ് ഒരു കുടുംബജീവിതക്കാരൻ. ആ കുടുംബജീവിതക്കാരന് പരിശുദ്ധനാകാൻ കഴിഞ്ഞു. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പേരെ നേടാൻ സാധിച്ചു. ഇന്ന് ലോകത്തിലേക്ക് ഏറ്റവും കൂടുതൽ ആടുകളുള്ള ഇടയൻ ഈ പത്രോസാണ്. കോടിക്കണക്കിന് പേരുണ്ട്. നമുക്ക് ആയി കൂടെ. അതുകൊണ്ട് ആ ലക്ഷ്യത്തിൽ നമ്മൾ മാത്രം അനേക ക്രിസ്തു ശിഷ്യന്മാരും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതിന് കർത്താവും മാതാവും പോയ വഴിയെ പോകാൻ നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ ഹൃദയത്തിലുണ്ടായിരുന്ന നിരാശകൾ, മുൻവിധികൾ, തെറ്റിദ്ധാരണകളോടെല്ലാം യാത്ര പറഞ്ഞ് യേശു മാത്രം എനിക്ക് മതി എന്ന് നമുക്ക് കുരിശിൻ്റെ ചുവട്ടിലേക്ക് വരാം. ഒരിക്കൽ കൂടെ പാവത്തിനും പാർന്ന് നടത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ. പിതാവിലും പുത്രനിലും പരിശുദ്ധ റൂഹായിലുള്ളതായ വിശ്വാസം പുതുക്കി നമ്മൾ പിതാവ് നമ്മളെ എവിടെ എത്തിക്കാൻ ആഗ്രഹിക്കുന്നു അവിടെ എത്തുവാൻ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവാണ് വഴികാട്ടിയായിട്ട് വന്നിരിക്കുന്നത്. റിബേക്കയെ ഇസ്ഹാക്കിൻ്റെ അടുത്ത് എത്തിച്ചത് എലിയാസാറാണ്. ആ എലിയാസാറിൻ്റെ പണി ചെയ്യാൻ പിതാവായ ദൈവതമ്പുരാൻ നമ്മുടെ പ്രാണക്കുട്ടികളുടെ അടുത്തേക്ക് കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ അയച്ചിരിക്കുകയാണ്. ആ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ് പറയുന്ന അനുസരിച്ച് പോയാലേ ഇസ്ഹാക്കിൻ്റെ അടുത്ത് എത്താനൊക്കുള്ളൂ. കർത്താവ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമ്മൾ അവൻ്റെ അടുത്ത് എത്തണമെങ്കിൽ കാര്യസ്ഥൻ പറയുന്ന അനുസരിച്ച് നീങ്ങിക്കോണം. അതിന് നമുക്ക് എന്ത് അനുഭവം വന്നാലും കാര്യസ്ഥനോട് പറഞ്ഞാൽ അതിന് ഉപയോഗം ഉണ്ടെന്ന് മനസ്സിലാവും. ഇന്ന് നമ്മൾ വായിച്ച വേദഭാഗത്തിൽ അങ്ങനെ ഒരു കാര്യമുണ്ട്. മനുഷ്യപുത്രൻ വളരെ പീഡ അനുഭവിക്കും. ജനപ്രമാണിമാരും പ്രധാനാചാര്യരും വേദപണ്ഡിതരും തന്നെ നിരസിക്കും, കൊല്ലും. ഇപ്പം നീരസങ്ങളും നിരസിക്കപ്പെടലും പറ്റപ്പെടലും അത്യാവശ്യമാണ്, കുരിശിൻ്റെ ഭാഗമാണ്. അന്നേരം മാത്രം കിട്ടുന്ന അനുഗ്രഹങ്ങളുണ്ട്. ദൈവം തമ്പുരാൻ ഭൂമിയിൽ വന്നിട്ട് പോലും ഞാൻ ഗസമനാത്തോട്ടത്തിൽ ചെന്നപ്പോൾ ആരും എനിക്ക് പ്രയോജനപ്പെട്ടില്ല. 3 പേരെക്കുറിച്ച് ചില പ്രതീക്ഷയുണ്ടായിരുന്നു. പത്രോസിനേക്കും യാക്കോബിനെക്കുറിച്ച് അവരൊക്കെ കിടന്നുറങ്ങി. അപ്പോൾ ആ വിവരം ആരെ അറിയിച്ചു? അപ്പച്ചനെ അറിയിച്ചു. അപ്പച്ച ഞാൻ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു, തിരുനാൾ പ്രാർത്ഥിച്ചിട്ടായി 12 നീ എനിക്ക് തന്നതാണ്. നിനക്ക് ബോധിച്ചു, എനിക്കും ബോധിച്ചിട്ടാണ് ഞാൻ എടുത്തത്. അവർക്ക് ഈ സ്വഭാവം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ബോധിച്ചത്. അപ്പം ദൈവം തമ്പുരാൻ നമ്മളെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ പുറയിൽ നമ്മളെ പിതാവിൻ്റെ ഇഷ്ടപ്രകാരം പുത്രൻ്റെ അടുത്ത് എത്തിക്കാൻ ഈ ഒറ്റപ്പെടലും ആവശ്യമാണ്. ആ ഒറ്റപ്പെട്ട സാഹചര്യത്തിൽ മാത്രം കിട്ടുന്നില്ല അനുഗ്രഹങ്ങളുണ്ട്, ചില വേലകളുണ്ട്. അത് കാര്യസ്ഥനായ പരിശുദ്ധാത്മാവോട് ചോദിച്ചാലേ അത് മനസ്സിലാവുള്ളൂ. ഈ കാര്യസ്ഥൻ പറഞ്ഞു, റിബേക്കയോട് പറഞ്ഞു, നീ കുനിഞ്ഞങ്ങിരുന്നോണം. പോകുന്ന വഴി പല കാഴ്ചകളൊക്കെ കാണും, നിനക്ക് അങ്ങോട്ട് അശ്രദ്ധയൊക്കെ വരാൻ സാധ്യതയുണ്ട്. നീ ഉദ്ദേശിക്കുന്ന കാര്യം സാധിക്കണമെങ്കിൽ കുനിഞ്ഞിരുന്ന് ദൈവം നിനക്ക് തരാൻ പോകുന്ന ഇസ്ഹാക്കിനെ ധ്യാനിച്ചുകൊണ്ട് അങ്ങ് ഇരുന്നോളാൻ പറഞ്ഞു. ബൈലൊക്കെ എന്താ നടക്കുന്നൊന്നും നോക്കണ്ട, എന്ത് സംഭവിക്കുന്നു നോക്കണ്ട, കുനിഞ്ഞിരുന്നോണമെന്ന് പറഞ്ഞു. അതനുസരിച്ചോ? അപ്പോൾ ഇസ്ഹാക്കിനോട് പറഞ്ഞു, നീയും കുനിഞ്ഞിരുന്നു, നീ വേറെ എങ്ങും നീയും നോക്കണ്ട. രണ്ടുപേരും കുനിഞ്ഞിരിപ്പാ. രണ്ടുപേരും തല പൊക്കിയതപ്പോഴാണെന്ന് പറഞ്ഞത്. റിബേക്ക അങ്ങ് എന്ന് കഴിഞ്ഞ് പൊട്ടതിന് അയ്യോ വേണ്ട ഒരാൾ ഇറങ്ങി വരുന്നു. അത് തന്നെ അതിൻ്റെ ആള്. അപ്പോൾ ആ ആളിനെ കാണുന്നതിനും വരെ കുനിഞ്ഞിരുന്നു എന്ന് പറയും. കുനിഞ്ഞിരിക്കുന്ന സ്വഭാവം നോക്കുന്നുണ്ടോ? നമ്മൾ അതിലേ നോക്കി നടക്കുന്നതുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ അടുത്തേക്ക് നല്ല ശക്തി അതിൽ ചോർന്നു പോവുക. അത് നമ്മളെ വൃത്തികേടാക്കി കളയും. ഏകാഗ്രതയിൽ നിമ്പളയും വിട്ടാൽ വഷളായി പോകുന്നൊരു വചനമുണ്ട്. 2 കൊരിന്ത്യർ 11 അധ്യായത്തിൽ. നമ്മുടെ ഏകാഗ്രതയിൽ നിമ്പളയും വിട്ട് വഷളായി പോകുന്നതുകൊണ്ടാണ് നമുക്ക് എങ്ങും എത്തിച്ചേരാൻ ഒക്കാതെ വരുന്നത്. അപ്പോൾ യേശുവിൻ്റെ അടുത്തേക്ക് എന്നും എനിക്ക് പോകണം. അതുകൊണ്ട് ഏകാഗ്രതയിൽ നിമ്പളയും വിട്ട് വഷളാകാതിരിക്കാൻ വേണ്ടിയാണ് കീഴോട്ട് കുരിഞ്ഞിരുന്നോളാൻ പറഞ്ഞത്. ധ്യാനം എന്ന് പറഞ്ഞാൽ കീഴോട്ട് കുരിഞ്ഞ് നമ്മളിലേക്കും കർത്താവിലേക്കും മാത്രം നോക്കുന്ന അനുഭവമാണ്. ബാക്കി എല്ലാ നോട്ടങ്ങളും കട്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ ഏകാഗ്രതയോടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് 30 കൊല്ലം ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ എല്ലാ രാത്രിയിലും പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുത്തതാണ്, നീ വളരെയധികം പീഡ അനുഭവിക്കേണ്ടി വരും. ജനപ്രമാണിയാനും പ്രധാനമാനും വേദപണ്ഡിതരും നിരസിക്കും, കൊല്ലും. അതെല്ലാം കഴിഞ്ഞിട്ട് ഉയർക്കാനൊക്കെ ഉള്ളൂ. അത് നേരത്തെ അറിഞ്ഞിരുന്നുകൊണ്ട് സ്വാഗതം ചെയ്തത്. ഈ ബോധം നമുക്ക് വേണം. അമ്മായിമ്മ തരുന്ന കുരിശേനത, അമ്മ തരുന്ന കുരിശേത, മകൻ തരുന്ന കുരിശേത, മരുമകൾ തരുന്ന കുരിശേത, അയൽവക്കംകാർ തരുന്ന കുരിശേത, നാത്തൂൻ തരുന്ന, ഇതെല്ലാം എണ്ണിപ്പെറുക്കി കയ്യിലിരിക്കണം.
പ്രാർത്ഥിച്ചുകൊണ്ട് പോകാമെങ്കിൽ അത് കിട്ടുമ്പോൾ 2 കൈ നീടുക, തന്നേരം സ്തോത്രം പറയുമ്പോൾ പരിഭവ പരാതിയോ വരികയില്ല. അതുകൊണ്ട് ഈ ധ്യാനമന്ദിരത്തിൽ വരുന്നത് ഞാൻ ആരായിരുന്നു, ഞാൻ ആരാണ്, ആരായിത്തീരും, ഞാൻ എവിടുന്ന് വന്നു, ഇപ്പം എവിടം വരെയായി, എവിടേക്ക് പോയി, ഞാൻ എങ്ങനെയാണ് എൻ്റെ പ്രാണപ്രിയനായ യേശുവിനെ നോക്കുന്നത്, ആ യേശുവിനെ പോലെ ആകാൻ എന്തെല്ലാം എനിക്ക് പോകാനുണ്ട്, എന്തെല്ലാം വരാനുണ്ട്, എന്തെല്ലാം അനുഭവിക്കാനുണ്ട്, അത് ആരിൽ കൂടെ എല്ലാം കിട്ടും എന്ന് കാര്യസ്ഥനോട് ചോദിച്ചാൽ പറഞ്ഞു തരും. റിബേക്ക അതിൽ വിജയിച്ചു. റിബേക്കയ്ക്ക് ഇനി ആരെയും കാണണ്ട, ഒന്നും വേണ്ടത്, അപ്പനെയും കാണണ്ട, അമ്മയും കാണണ്ട, ആങ്ങളെയും കാണണ്ട, എനിക്ക് എൻ്റെ പ്രിയൻ്റെ അടുത്ത് പോകണമെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിൽക്കാൻ പറഞ്ഞാൽ നിന്നോ, അവളെ ഇറങ്ങി അങ്ങ് പോയി. അവളുടെ കല്യാണം ഹൃദയതും കൊണ്ട് നടന്നു കഴിഞ്ഞു. ഇതുപോലെ സ്വർഗീയ മണവാള യേശുവായിട്ട് വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുക. വിവാഹ നിശ്ചയം കല്യാണം പോലെ വിലമുള്ളതാണ്. വിവാഹ നിശ്ചയം കഴിഞ്ഞവരെ ഭാര്യയെന്നും ഭർത്താവെന്ന പഴയകാലത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് നമ്മളെ കർത്താവിൻ്റെ ഭാര്യ ആയി കഴിഞ്ഞു, കല്യാണം നടന്നാൽ മാത്രം മതി, നമുക്ക് അവൻ മാത്രം മതി. ഈ കല്യാണം മുടക്കണമെന്ന് വെച്ചാൽ അതിന് ആരെ കൊണ്ട് വേണേലും മുടക്കിക്കാൻ സാധ്യതയുണ്ട്. ഈ ഏകാഗ്രതയോടെ പോകാൻ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ് പറയുന്നതനുസരിച്ച് കുനിഞ്ഞ് ഇരിക്കാനും നടക്കാനും പോകാനുള്ള കൃപ ചോദിച്ചുകൊണ്ട് ആ കാര്യമാണ് ഇന്ന് യാചിക്കാൻ പോണത്. സഹോദരി സ്വങ്ങളെ, മാതാക്കളെ, ഗുരുക്കന്മാരെ ഞങ്ങൾ ക്ഷമിക്കണം. ഈ കൃപാനെ അംഗീകരിക്കപ്പെടുവാനില്ലാതെ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ശുദ്രൂഹായിക്ക് സ്തുതിയാദ്യം നുണമയത്തിൻ്റെ കണ്ണിയുണ്ടായിക്കിട്ടെ. കഴിഞ്ഞ ഞായറാഴ്ച ആരംഭിച്ചതായ ഉയർപ്പ് പെരുന്നാളിൻ്റെ തുടർച്ചയുടെ ഈ സമയത്ത് ഈ ഹോവോറെ ബുധനാഴ്ച കർത്താവിനെ ആരാധിപ്പാൻ, ധ്യാനിപ്പാൻ നമുക്ക് ലഭിച്ച ഈ ഭാഗ്യകരമായ അവസരത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട തിരുവചനങ്ങളോട് നോക്കിയിട്ട് സന്ദേശങ്ങൾ എന്താണ്? പത്രോസ്ലിഹായിക്ക് എങ്ങനെയാണ് അനേകം മനുഷ്യരെ പിടിക്കാൻ കഴിഞ്ഞത്? മനുഷ്യരെ പിടിക്കുന്നതിന് മുമ്പ് ആരെയും പിടിക്കാനൊക്കാതെ നിരാശപ്പെട്ട ഒരു സാഹചര്യം തനിക്ക് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ കേട്ടു. അപ്പം നമുക്ക് ആ സാഹചര്യം ഉണ്ടായാൽ ഭാവിയിൽ മനോഹരമായൊരു ഭാവി നോക്കൊണ്ടെന്നുള്ള പ്രത്യാശയോടെ അതിനെ നേരിടണമെന്ന് പഠിപ്പിക്കാനാണ് ഉയർപ്പ് പെരുന്നാളിൻ്റെ ഇടയിൽ പത്രോസിനെ നമ്മളിവിടെ പഠിക്കുന്നത്. പത്രോസിന് പ്രശംസയും ഒരുപോലെ ശാസനയും കിട്ടിയ അനുഭവങ്ങളുണ്ട്. അത് രണ്ടും പത്രോസ് ശരിക്കും പ്രയോജനപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം, പെന്തിക്കോസ്തിക്ക് ശേഷമാണ് തന്നെ വിളിച്ചപ്പോൾ കൊടുത്ത വാക്ക് നിവർത്തിച്ചത്, നീ മനുഷ്യരെ പിടിക്കുന്നവരാകുമെന്ന് പറയും. നമുക്കെല്ലാം മനുഷ്യരെ പിടിക്കാനുള്ള ഒരു വിളിയുണ്ട്. പക്ഷെ നമ്മളുടെ മനുഷ്യരെ പിടുത്തം എത്തറ്റമായി. പത്രോസിൻ്റെ ജീവിത ശൈലിയിൽ നിന്ന് പഠിക്കേണ്ട പാഠങ്ങൾ പഠിച്ചാലേ നമുക്ക് മനുഷ്യരെ പിടിക്കാൻ സാധിക്കും. മനുഷ്യരെ പിടിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? മീനെ പിടിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? മീൻ സ്വതന്ത്രമായി വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു കാലം, അതിന് വാലും തലയും, അതിനതിൻ്റെതായ ശരീരവും, അതിനതിൻ്റെതായ അവരുടെ ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ട്. ജീവിക്കാൻ വളരെ കൊതിയുള്ളതാണ് മീനും ജീവിക്കാൻ കൊതിയാണ്. ദൈവം കൊടുത്തിരിക്കുന്ന ആ ജീവിക്കാനുള്ള ആ ആഗ്രഹം അതെത്ര ജാഗ്രതയോടെയാണ് നിവർത്തിക്കാൻ ബന്ധപ്പെടുന്നത്. പക്ഷെ ആ മത്സ്യത്തെ മനുഷ്യന് വേണ്ടി ദൈവം സൃഷ്ടിച്ചതാണ്. മനുഷ്യന് വേണ്ടി ദൈവം സൃഷ്ടിച്ചതായതുകൊണ്ടാണ് മനുഷ്യൻ മീൻ പിടിച്ച് ജീവിച്ചോളാൻ പറയുന്നത്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ മനുഷ്യന് ആവശ്യമുള്ള നേരത്തെ സൃഷ്ടിച്ചിട്ടാണ് ഇതെല്ലാം നിനക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞത്. ഏതെങ്കിലും തോട്ടത്തിലുണ്ടായിരുന്ന സകല സാധനങ്ങൾ സൃഷ്ടിച്ചതിന് ശേഷം മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുണ്ട്, ഇതെല്ലാം നിനക്ക് വേണ്ടിയാണ്, പക്ഷേ നീ എനിക്ക് വേണ്ടിയുമാണ്. ആ ബോധം നോക്കണ്ടോ? ഈ ലോകത്ത് കാണുന്ന സകലതും നമുക്ക് വേണ്ടിയാണെന്ന് നമുക്ക് തോന്നാം. പക്ഷെങ്കിൽ നമ്മൾ യേശുവിന് വേണ്ടിയാണെന്നുള്ള ബോധത്തിൽ ജീവിക്കുമ്പോഴേ മറ്റുള്ളവരെ നമുക്ക് ശരിക്കും പ്രയോജനപ്പെടുത്താനൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ യേശുവിനെ കൂടാതെ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സ്വന്തമാക്കാൻ ശ്രമിച്ചാൽ അത് നമുക്ക് ബന്ധനമായി തീരുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പത്രോസ്ലിഹായെ സംബന്ധിച്ചിടത്തോളം മീൻപിടുത്തം തൻ്റെ വയറ്റിപ്പഴുപ്പിൻ്റെ ഒരു പരിപാടിയായിരുന്നു. ജീവസന്ധാരണത്തിന് വേണ്ടി തനിക്കറിയാവുന്ന മീൻപിടുത്തത്തിൽ താൻ മുഴുകിയിരുന്നു. തനിക്ക് അതിനകത്ത് പരാജയവും വിജയങ്ങളും ഉണ്ട്, ഒന്നും പിടിക്കാത്ത രാത്രിയുണ്ട്. അവിടെയും പത്രോസിനെ കൊതി തീരെ മീൻ പിടിപ്പിച്ച് അതിന് ശേഷമാണ് പറയുന്നത്, ഞാൻ നിന്നെ ഇനി മനുഷ്യരെ പിടിക്കുന്നവരാക്കും. അത് പത്രോസിന് വളരെ ഇഷ്ടപ്പെട്ട കാര്യം. പത്രോസിന് മീൻപിടുത്തത്തിൻ്റെ കൊതി തീർത്തിട്ട് ഇനി മനുഷ്യരെ പിടിക്കുന്ന പരിപാടി തുടങ്ങാൻ പോവുകയാണ് എന്ന് പറഞ്ഞത് പത്രോസിന് മനസ്സിലാവുന്ന ഭാഷയിൽ, മീനെ പിടിച്ചാൽ മീനിന് പിന്നെ സ്വന്തമായ ജീവിതമില്ല. മീൻ എന്തിനാ ജീവിക്കുന്നത്? അത് മനുഷ്യൻ പിടിക്കുന്നിടം വരെ ജീവിക്കാം. മനുഷ്യർക്ക് ആഹാരമാകുന്നതിന് എന്നത് വരെ അത് ജീവിച്ചിരിക്കുന്നത്. അതിനു മുമ്പേ ചത്തുപോയാൽ ചീഞ്ഞു നാറിപ്പോവും. അപ്പോൾ മനുഷ്യന് ആവശ്യമുള്ള ആഹാരമായി തീരേണ്ട സമയം വരെ അത് വെള്ളത്തിൽ ജീവിച്ചിരിക്കണം. നമ്മുടെയും ജീവിതം യേശുവിൻ്റെ കിട്ടുന്നിടം വരെ നമ്മൾ ജീവിക്കാനുള്ള ബന്ധപ്പാട്. പക്ഷേ യേശു നമുക്ക് ജീവിതം തരണം, യേശുവിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കേണ്ടതെന്നുള്ള ബോധത്തിൽ, നമ്മൾ യേശുവിന് വേണ്ടിയാണെന്നുള്ള ബോധത്തിൽ പോയില്ലെങ്കിൽ നമ്മൾ ആ സമയത്ത് മരിച്ചു പോകാനോ ചീഞ്ഞു നാറിപ്പോകാനോ ഒക്കെ സാധ്യതയുണ്ട്. ഇപ്പോൾ വെള്ളത്തിൽ കിടക്കുന്ന മത്സ്യത്തെ പാമ്പ് വിഴുങ്ങാൻ സാധ്യതയുണ്ട്. വേറെ പല ജീവികൾ ഈ വെള്ളത്തിൽ കിടപ്പുണ്ട്. എന്നാൽ മനുഷ്യർക്ക് അതിനെ ഉപകരിക്കണമെങ്കിൽ മനുഷ്യരുടെ കയ്യിൽ അത് കയറണം. ചൂണ്ടയിലോ വലയിലോ കയ്യിലോ അത് കയറിക്കഴിഞ്ഞാൽ മാത്രമേ
മീൻ ജന്മസാവിലെ ഉടയാൻ സാധിക്കുകയുള്ളൂ. പത്രോസിന് നല്ലവണ്ണം അറിയാം. പത്രോസിന് മറ്റനേകർക്ക് മീൻ ഭക്ഷിച്ച് ജീവിക്കാൻ വേണ്ടി മീനെ പിടുത്തം ജോലിയായി തനിക്ക് കിട്ടി. താനത് വളരെ വിദഗ്ധമായി ചെയ്തു. അതിൽ പരാജയം സംബന്ധിച്ചപ്പോൾ കർത്താവ് വന്ന് അവിടെയും അവനെ സഹായിച്ച് അവനെ കൊണ്ട് സാധിക്കാതെ പോയ കാര്യത്തിൽ സാധിക്കുമെന്ന് തെളിയിച്ച് കർത്താവ് അവൻ്റെ ജീവിതത്തിലെ കർത്താവായി മാറി. നമ്മുടെ ജീവിതത്തിൽ ജീവിക്കാനുള്ള ബദ്ധപ്പാടിനിടയിൽ നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നു. എന്നാൽ നമ്മുടെ ജീവനും ജീവിതവും കർത്താവിൻ്റേതാണെന്നും കർത്താവിന് വേണ്ടിയാണെന്ന് മനസ്സിലാകുമ്പോൾ കർത്താവ് നീ എന്നെ പിടിച്ചു, ഞാൻ നിൻ്റേതാണ്, നീ എൻ്റേതാണ്. ഈ ഒരു അവസ്ഥയിലേക്ക് ജന്മസാഫല്യം അടയണമെങ്കിൽ മീൻ പിടിക്കപ്പെടണം. മീൻ സ്വതന്ത്രമായിട്ട് നടത്താൻ പാടില്ല. സ്വതന്ത്രമായി നടക്കുന്നത്, ജീവിക്കുന്നത് അത് ആർക്കു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടോ അവരുടെ കിട്ടുന്നിടം വരെ നിലനിൽക്കാൻ വേണ്ടിയാണ്. ഇപ്പോഴും മത്സ്യം മനുഷ്യരാൽ പിടിക്കപ്പെടുമ്പോൾ ജന്മസാഫല്യം അടഞ്ഞു. അത് ജീവിച്ചതിന് ഉദ്ദേശം സാധിച്ചു. ഒടയക്കാരൻ്റെ കിട്ടി. ഒടയക്കാരൻ്റെ കിട്ടിക്കഴിയുമ്പോൾ ഈ മത്സ്യം ഒടയക്കാരന് പ്രയോജനപ്പെടണമെങ്കിൽ അതേപടി പ്രയോജനപ്പെടുകയില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മീൻ ജീവിക്കാൻ വേണ്ടി അതിന് വാലുണ്ട്, ചിറകുണ്ട്, അതിന് ഉളുമ്പുണ്ട്, അതിൻ്റെതായ ഒത്തിരി സ്വഭാവങ്ങളുണ്ട്. അതാണ് അതിനെ വളർത്താൻ സഹായിച്ചത്. പക്ഷേ മീൻപിടുത്തക്കാരൻ്റെ മീനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വാലിൻ്റെ ആവശ്യമില്ല, തലയുടെ ആവശ്യമില്ല, ഉളുമ്പിൻ്റെ ആവശ്യമില്ല, ചിറകിൻ്റെ ആവശ്യമില്ല, ചിതുമ്പലിൻ്റെ ആവശ്യമില്ല. അതെല്ലാം കളയുക. എല്ലാം കളഞ്ഞിട്ട് തുണ്ടമായിട്ട് പീസായിട്ട് മുറിച്ച് അതിനെ വറുത്തോ വേവിച്ചോ കഴിക്കുമ്പോൾ ആ മീനിന് സന്തോഷമാണ്. ജന്മസാഫല്യം ഉണ്ട്, എനിക്ക് എൻ്റെ ഇടയക്കാരൻ്റെ വയറ്റിലെത്താനൊത്തല്ലോ. വല്ല പാമ്പ് വിഴുങ്ങാണ് സങ്കടം, അയ്യോ പാമ്പിൻ്റെ ഉള്ളിലായി പോയല്ലോ. പാമ്പ് വിഴുങ്ങിയ പാമ്പായിട്ട് മാറും, മനുഷ്യൻ വിഴുങ്ങിയ മനുഷ്യനായിട്ട് മാറും. അപ്പം നമ്മൾ ദൈവമക്കളായി മാറണമെങ്കിൽ ദൈവം നമ്മളെ വിഴുങ്ങണം. എന്താ? അപ്പം ആ ആഗ്രഹം നമുക്ക് വേണം. എൻ്റെ കർത്താവ് എന്നെ ഈ ലോകസമുദ്രത്തിൽ ഇട്ടിരിക്കുന്നത്, ഈ ലോകസമുദ്രത്തിൽ ഞാൻ നടക്കാനിട്ടിരിക്കുന്നത് എന്നെ കർത്താവിന് കിട്ടാനാണ്. കർത്താവ് ആരെ കൊണ്ട് എന്നെ പിടിപ്പിക്കും? അപ്പോസ്തലന്മാരെ കൊണ്ട്, പ്രവാചകന്മാരെ കൊണ്ട്, സുവിശേഷരെ കൊണ്ട് എന്നെ പിടിപ്പിച്ച് പിന്നെ എനിക്ക് സ്വാതന്ത്ര്യം വേണ്ട. എനിക്കെൻ്റെ കർത്താവിൻ്റെ ഉദരത്തിലെത്തണം, ഹൃദയത്തിലെത്തണം, രക്തവും മാംസവും അസ്ഥിയൊക്കെ ആകണമെന്ന് ആഗ്രഹം ഉള്ളവർക്ക് പിടിക്കപ്പെടുന്ന മീന് സന്തോഷമാണ്. അതാ കുരിശെന്ന് പറയുന്നത്. സ്വന്തമായ ജീവിതം നിന്നിട്ട് കർത്താവിനെ കേന്ദ്രീകരിച്ച ജീവിതം ആരംഭിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ കർത്താവ് നമ്മളെ കിട്ടുന്നിടം വരേക്ക് ജീവിക്കാൻ വേണ്ടി തന്നതാണ് നമ്മുടെ ആഗ്രഹങ്ങൾ, ജീവിക്കാനുള്ള താല്പര്യങ്ങൾ, ഇതെല്ലാം. എന്നാൽ യേശുവിനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ യേശുവാണ് നമ്മൾ ജീവിക്കേണ്ടത്. യേശു നോക്കിക്കോളും നമ്മുടെ കാര്യം. അപ്പോൾ പത്രോസിന് ഈ മീൻപിടുത്തത്തിൻ്റെ ഭാഷ നല്ലവണ്ണം മനസ്സിലായിട്ടുണ്ട്. പത്രോസിൻ്റെ കിട്ടിയ മീൻ അമ്മായിയമ്മയുടെയും ഭാര്യയുടെയും മക്കളുടെയും തൻ്റെ എല്ലാം രക്തവും ജീവനും ശക്തിയൊക്കെ ആയിട്ടൊക്കെ മാറി. അത് ഇല്ലാതെ വന്നപ്പോൾ അവർക്ക് വരവും പരാതിയും വരികയും ചെയ്തു. എന്നാൽ മനുഷ്യരെ പിടിക്കുന്ന ജോലിക്ക് വേണ്ടിയാണ് തന്നെ പിടിച്ചിരിക്കുന്നുള്ള കാര്യം മനസ്സിലായപ്പോൾ അതിൻ്റെ ട്രെയിനിങ്ങിന് 3.5 കൊല്ലം വേണമായിരുന്നു. മീൻപിടുത്തം നിർത്തുകയും ചെയ്തു. മനുഷ്യപ്പിടുത്തം തുടങ്ങിയിട്ടില്ലാത്തൊരു ഇടവേള, ഒത്തിരി ക്ഷാമമുള്ള വിഷമമുള്ള സമയമാണ്. പത്രോസ് ആ വേദന ഒത്തിരി സഹിച്ചു. മീൻപിടുത്തം നിർത്തി, മനുഷ്യപ്പിടുത്തം തുടങ്ങിയിട്ടുമില്ല. ആ വരൾച്ചയുടെ മരുഭൂമിയുടെ അനുഭവത്തിൽ നഷ്ടപ്പെട്ട ഏദൻതോട്ടം പണിയുക. അപ്പം മരുഭൂമിയുടെ ഏകാന്തതയുടെ അനുഭവം ഏദൻതോട്ടം പണിയാൻ ആവശ്യമാണെന്നുള്ള കാര്യം ഇതാ പത്രോസ് നമ്മളെ പഠിപ്പിച്ചു. എല്ലാ ശിഷ്യന്മാരും നമ്മളെ പഠിപ്പിച്ചു. അവിടെ പഴയ ജീവിതത്തോട് യാത്ര പറഞ്ഞിട്ട് അവരെ ശൂന്യതയിൽ ഏദൻതോട്ടം പണിയാൻ വേണ്ടി 10 ദിവസം എല്ലാ പരിപാടിയും മാറ്റിവെച്ച് മാളികയിൽ കയറിയിരിക്കുക. ഒരു പരിപാടിയില്ല, അവർ കാത്തിരിക്കുക. കാത്തിരിപ്പിൽ മരുഭൂമിയുടെയും ഏകാന്തതയുടെയും ഒറ്റപ്പെടലിൻ്റെയും എല്ലാം അനുഭവമുണ്ട്. മാളികയുടെ മുകളിൽ കയറി കഥ കടിച്ച് ഭൂമിയായിട്ട് യാതൊരു ബന്ധവുമില്ല, ലോകമായിട്ട് യാതൊരു ബന്ധുമിത്രാദികളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എല്ലാവരും അവരെ അപേക്ഷിച്ച് അവർ ഇവരെയും അപേക്ഷിച്ചു. അങ്ങനെ സ്വസ്ഥമായിട്ട് 10 ദിവസം കിട്ടിയത് കൊണ്ടാണ് ആത്മാവിൽ നിറയാനൊത്തത്. അപ്പോൾ ആത്മാവിൽ നിറയണമെങ്കിൽ എല്ലാവരും ഒന്ന് പോയി കിട്ടണം, വേണോ? അതിൻ്റെ ഒരു ഭാഗ്യമാണ്. അപ്പോൾ അങ്ങനെ ആ 120 പേർക്ക് 10 ദിവസം കിട്ടിയ അനുഭവം എനിക്കും തരണമേ നിങ്ങൾ പ്രാർത്ഥിച്ചോ. അത് അവർക്ക് കിട്ടിയത് കൊണ്ടാണ് അവർക്ക് സ്വസ്ഥമായി ഇരുന്ന് പ്രാർത്ഥിച്ച് ആത്മാവിൽ നിറയാൻ സാധിച്ചത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം എനിക്ക് അങ്ങനെ, ഞാൻ നിൻ്റേത് നീ എൻ്റേതുമാകണം, എനിക്ക് എൻ്റെ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാകണം, കർത്താവിന് കഴിക്കാൻ കൊള്ളാവുന്ന വറുത്ത മീനായിട്ട് എന്നെ രൂപാന്തരപ്പെടുത്തണം. വറുത്ത മീൻ കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം കഴിച്ചൊരു സാധനമാണ്, ഇല്ലേ? ഉയർത്തെഴുന്നേറ്റ യേശു താൻ അസ്ഥി മാംസമുള്ള ശരീരമാണെന്ന് തെളിയിക്കാൻ വേണ്ടി ശിഷ്യന്മാരുടെ നമ്മൾ വാങ്ങിച്ച് കഴിച്ച സാധനമാണ് തേനും മീനും. വാങ്ങിച്ച് കഴിച്ചു, അവർക്ക് വലിയ പ്രത്യാശ കൊടുത്തു. അപ്പോൾ അതുപോലെ ഉയർത്തെഴുന്നേറ്റ് യേശു നമ്മുടെ അടുത്ത് തേനും മീനും കഴിക്കാൻ വരുന്നുണ്ട്. കൊടുക്കാൻ വല്ലതും ഉണ്ടോ? നമ്മളെ വറുത്ത മീൻ പോലെ വറുത്ത മീനായിട്ട് കർത്താവിനെ കൊടുക്കാൻ കർത്താവ് കഴിക്കും. കർത്താവ് കഴിച്ചാൽ കർത്താവ് ചവയ്ക്കും, കർത്താവിൻ്റെ ഉദരത്തിലെത്തി ദഹിക്കും. കർത്താവിൻ്റെ ഉയർത്തെഴുന്നേറ്റ ശരീരത്തിലെ ഭാഗമായിട്ട് വരും. കുറുക്ക് വഴിയാണ് സ്വർഗ്ഗത്തിൽ പോകാനുള്ള വഴിയാണ്. കർത്താവിന് കടിക്കാനും കഴിക്കാനും കൊള്ളാവുന്ന അപ്പമായാൽ മതി, മീനായാൽ മതി, കർത്താവ് കഴിച്ചാൽ മതി, സ്വർഗ്ഗത്തിൽ പോകും. അപ്പോൾ സ്വർഗ്ഗാരോഹണം ചെയ്ത് യേശു
സ്വർഗാരോഹണം ചെയ്തപ്പോൾ ശിഷ്യന്മാരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ചതായ തേനും മീനും കൂടെ പോയില്ലേ? ഇപ്പോൾ സ്വർഗത്തിൽ പോകാനുള്ള വഴി തന്നെ കർത്താവിന് കഴിക്കാൻ പരുവതിനെ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കർത്താവിൻ്റെ ജീവിതവുമായി ബന്ധം കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് നമ്മുടെ ലാക്ക് എന്നുള്ള കാര്യം ബോധ്യമാകട്ടെ. അപ്പോൾ അതിന് പോകേണ്ടത് പല കാര്യങ്ങളുണ്ട്. വെള്ളത്തിൽ ജീവിച്ചിരുന്നുകൊണ്ടിരുന്ന മത്സ്യത്തിൻ്റെ സ്വയ ജീവിതം തീർന്നു. തല ഇനി ആവശ്യമില്ല, വാലും വേണ്ട, ചിറകും വേണ്ട, ഉളുമ്പും വേണ്ട, ഒന്നും വേണ്ട. അതെല്ലാം കളഞ്ഞ് ക്ലീനാക്കി ഉപ്പൊക്കെ ഇട്ട് ക്ലീനായിട്ട് കഴുകി എണ്ണയിൽ വറുത്ത് അങ്ങോട്ട് കൊടുത്തപ്പോൾ കർത്താവ് രുചികരമായിട്ട് കഴിച്ചു. കർത്താവിൽ വിശ്വാസം അവർക്ക് വർദ്ധിപ്പിക്കാൻ ആ കൊടുക്കലും വാങ്ങലും ഒക്കെ ഉതകുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ ഈ ഉയർപ്പ് പെരുന്നാളിൻ്റെ സ്വർഗാരോഹണ പെരുന്നാൾ വരെയുള്ള സമയത്തെ നമ്മുടെ ആരാധനാ ജീവിതം ഈ അനുഭവം ഉണ്ട്. നമുക്ക് കർത്താവിന് വറുത്ത തേനും മീനുമായി നമ്മൾ ആഹാരമായി മാറാൻ രൂപാന്തരപ്പെടേണ്ട സമയമാണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ കയ്യിൽ കിട്ടാൻ എന്തൊക്കെ പോകണോ പൊക്കോട്ടെ, പോകേണ്ടതൊക്കെ പൊക്കോട്ടെ, വരേണ്ടതൊക്കെ വന്നോട്ടെ, ചെയ്യേണ്ടതൊക്കെ ചെയ്തെന്ന് പറഞ്ഞ് സമർപ്പിച്ചു കൊടുക്കാമെങ്കിൽ നമുക്ക് ആ ഭാഗ്യം ലഭിക്കുമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നമ്മൾ പഠിച്ച വിഷയങ്ങളെല്ലാം ഇണകേർത്ത് ചിന്തിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം എല്ലാവരും ഇല്ലായിരുന്നോടൊന്നുകൂടെ സൂചിപ്പിക്കുകയാണ്. ഉയർത്തെഴുന്നേറ്റ് യേശു ആദ്യം പോയി മഗ്ദല മറിയത്തിനെ കണ്ട കാര്യമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത്. ഉയർത്തെഴുന്നേറ്റ് യേശു മഗ്ദല മറിയത്തെ പോയി കണ്ടു. ആ മഗ്ദല മറിയത്തിന് കർത്താവിനെ കാണാനും കർത്താവിൻ്റെ സാക്ഷിയാകാനും കർത്താവിൻ്റെ അപ്പോസ്തലയാകാനുള്ള ഭാഗ്യം ലഭിച്ചു. എന്തുകൊണ്ടാണ്? അവരുടെ ഭൂതമെല്ലാം പോയി കിട്ടിയതുകൊണ്ടാണ്. 7 ഭൂതങ്ങൾ പോയ ശൂന്യതയിൽ വചനം നിറഞ്ഞു, യേശു നിറഞ്ഞു. യേശുവിൻ്റെ ആത്മാവിൽ നിന്ന് കയറാൻ ഇടം കിട്ടിയത് കൊണ്ടാണ് യേശു ആദ്യം അവളെ കാണാൻ പോയത്. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ് യേശു ഓരോരുത്തരെ വ്യക്തിപരമായി കാണാൻ നടക്കുന്ന സമയമാണ്. ഇവിടെ വന്നിപ്പോൾ കണ്ടേച്ച് പോയി. ഇനി നിങ്ങളുടെ വീട്ടിലെ പ്രാർത്ഥന മുറി വരും. കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ പ്രാർത്ഥന മുറി കർത്താവിനെ കണ്ടിട്ടുണ്ടോ? കർത്താവ് അങ്ങോട്ടൊന്ന് കണ്ടെന്ന് ക്ഷണിച്ചേച്ച് പോകുമോ? നമുക്ക് അവിടെ ചെന്ന് കാണണമെന്ന് പറയാം. അങ്ങനെ നമ്മുടെ പ്രാർത്ഥനാ മുറിയിലും നമ്മുടെ ജീവിത ചര്യകളിലും നമ്മുടെ വേല സ്ഥലത്തും എല്ലാം കർത്താവ് പല വേഷത്തിൽ നമ്മുടെ ഇവിടെ വന്ന് നമുക്ക് സ്നേഹം തരാൻ, അംഗീകാരബോധം തരാൻ, വിജയബോധം, സംരക്ഷണബോധം ഒക്കെ തരാൻ താൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. പക്ഷേ ഭൂതത്തിൻ്റെ അവകാശം മാറിയാലേ കർത്താവിന് വരാൻ തോന്നുന്നു. നമ്മുടെ മേൽ വേറെ ആർക്കും അവകാശം ഉണ്ടാകാൻ പാടില്ല. കർത്താവിൻ്റേത് മാത്രമാണെന്ന് ബോധമുണ്ടെങ്കിൽ കർത്താവ് വന്നിരിക്കും. അപ്പോൾ എത്രയോ പേര് കർത്താവിനെ അനുഗമിക്കാൻ വന്നു, എത്രയോ ശിഷ്യന്മാരുണ്ടായിരുന്നു. അവിടെ ആരുടെ അടുത്ത് കർത്താവ് പോകാഞ്ഞതിൻ്റെ കാര്യം തന്നെ. അവിടെ എല്ലാം ഉള്ളിൽ കുറച്ച് പിശാചിന് അവകാശം ഉണ്ടായിരുന്നു. എന്താ കാര്യം? അവരുടെ ഹൃദയകാഠിന്യവും അവരുടെ അവിശ്വാസവും വിശ്വാസക്കുറവും പിശാചിന് അവകാശമുള്ള ഏരിയയായിരുന്നു. അതുകൊണ്ട് അങ്ങോട്ടൊന്നും പോകാഞ്ഞത്. അതുകൊണ്ട് അങ്ങനെയുള്ള അടുത്തേക്ക് സുവിശേഷം പറയാൻ ഇവളെ കർത്താവ് ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് യേശുവിനെ നേരിട്ട് കണ്ട് അനുഭവിച്ചിട്ട് അന്ധവിശ്വാസവും മൂഢവിശ്വാസവും തെറ്റിദ്ധാരണകളൊക്കെ ആയി കഴിഞ്ഞു വിടുന്നവരെ ബോധവൽക്കരിക്കാൻ വേണ്ടിയുള്ള ശുശ്രൂഷ നമുക്ക് കിട്ടും. അതുകൊണ്ട് ഭൂതങ്ങൾ 7 പോയി കിട്ടിയതുകൊണ്ട് മാതാവിൻ്റെ കന്യാമറിയാവിനോടുള്ള കൂട്ടായ്മയും ആ ധ്യാനവും ഈ മഗ്ദല മറിയത്തിനെ വളരെയധികം സഹായിച്ചു. അപ്പം നമ്മുടെ ജീവിതത്തിൽ യേശു നമ്മൾ വ്യക്തിപരമായി കാണണമെങ്കിൽ ഭൂതങ്ങളുടെ അവകാശം മുഴുവൻ തീർന്നിരിക്കും. മഗ്ദല മറിയത്തോട് ഇനിയും മേലെ പാവം ചെയ്യരുത്, ഇല്ല, പരിപാടി നിർത്തിയിരിക്കുന്നു, ഇനി മാത്രം മതി. അങ്ങനെ യേശുവിനോട് തന്നെ പോയതുകൊണ്ട് അവർക്ക് പൂർണ്ണ വിശ്വാസമായിരുന്നു. അവരുടെ ഹൃദയം ഉരുകി അലിഞ്ഞ് കർത്താവിന് വേണ്ടി അങ്ങനെ വെള്ളം പോലെ ആയിക്കൊണ്ടിരുന്നു, എണ്ണ പോലെ ആയിക്കൊണ്ടിരുന്നു, കത്തിക്കൊണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവിടെ കാണാൻ വന്നത്. അപ്പോൾ ദൈവസ്നേഹാഗ്നിയിൽ നമ്മൾ ഉരുകി ഉരുകി മെഴുകുതിരി പോലെ കത്തിക്കൊണ്ടിരിക്കാമെങ്കിൽ ആ തീയിൽ കർത്താവ് ഒന്ന് കയറി പിടിക്കും. അഗ്നിമയനായ കർത്താവിനെ നമ്മളെ കയറി പിടിക്കാൻ നമ്മൾ അഗ്നിമയരായി മാറണം. അതാണ് വിശുദ്ധ കുർബാന അനുഭവം എന്ന് പറയുന്നത്. അഗ്നിമയന്മാർ ആരെയും നോക്കി വിറച്ചിരുന്ന് അവനെ മണ്ണിൽ ഭക്ഷിച്ച് മുഖം തെളിയുന്നു. അപ്പം അഗ്നിമയനായ കർത്താവിനോട് ചേരുവന്ന അഗ്നിമയരായി നമ്മൾ മാറുകയാണ്. അങ്ങനെ കർത്താവിനോട് പറ്റിച്ചേരുവാൻ നമ്മുടെ ഇന്നത്തെ ഈ കൂടി ഒരു മുഖാന്തരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതുകൊണ്ട് കർത്താവിനോട് ചേരുവാനും കർത്താവ് നമ്മളെ സന്ദർശിക്കുവാനും തടസ്സമായി നിൽക്കുന്ന എല്ലാ സ്വയത്തോടും ജഡത്തോടും അത്യാഗ്രഹങ്ങളോടും യാത്ര പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ കർത്താവ് മാത്രം മതി, കർത്താവ് തരുന്നത് മതി, തരുന്നിടത്തോളം മതി എന്നുള്ള ചിന്തയിൽ ആ പത്രോസിനെ ശാസിച്ച പോലെ കർത്താവെ ഇനി ഞങ്ങളെയും കൂടി ഒന്ന് ശാസിക്കണം. കർത്താവെ നിനക്ക് ഞങ്ങളുടെ അടുത്ത് വരുന്നതിനോ ഞങ്ങളുടെ ഉള്ളിൽ പ്രവേശിക്കുന്നതിനോ തടസ്സമായി നിൽക്കുന്ന ഹൃദയകാഠിന്യത്തെയും അവിശ്വാസത്തെയും നീ ശാസിക്കാൻ ആരെങ്കിലും വിടണം. ആരെങ്കിലും ശാസിച്ചാൽ അത് നീ വിട്ടതാ നിങ്ങൾ വിചാരിച്ചോളാം. നമ്മളെ ആര് ശാസിച്ചാലും അതൊരു ഭാഗ്യമായിട്ട് കരുതണം. ദൈവം ശാസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അത് യോബിൻ്റെ ദിവസം 5-ാം അധ്യായം 17-16 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ആ ഭാഗ്യം പത്രോസിന് കിട്ടിയതുകൊണ്ടാണ് പത്രോസിന് യേശുവിനെ കാണാനും യേശുവിൻ്റെ കൂടെ യേശുവിനോടൊപ്പം മനുഷ്യരെ പിടിക്കുന്ന വേല ചെയ്യാൻ സാധിച്ചത്. അതുകൊണ്ട് ആ പത്രോസിന് കിട്ടിയതായ ഭാഗ്യം നമുക്ക് കിട്ടട്ടെ, അത് നമ്മളെ സന്ദർശിക്കട്ടെ.
നമുക്കത് അനുഗ്രഹകരമായി തീരാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇപ്പോൾ വിശുദ്ധ കുർബാന അനുഭവത്തിനായിട്ട് ഒരുങ്ങുകയാണ്.